1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നു, എങ്കിലും അവരെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിലെ കുറേ ദിവസം ധ്യാനിച്ചൊരു ഭാഗമാണ് ഇത്. നിങ്ങൾ അറിയാതെ പോകരുതെന്ന് കർശനമായി പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ. ഇത് നിങ്ങൾ അറിയാതെ പോകരുത്. അവിടെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ കാണുന്നുണ്ട്, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. ഇവിടെ കാണുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ പശ്ചാത്തലമുണ്ട്. കൊരിന്ത്യ ലേഖനം നമുക്കറിയാം, പ്രത്യേകമായ സഭയോടുള്ള കൊരിന്ത്യ സഭയിലെ ഉള്ള വളരെ ഗൗരവമായ വിഷയങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതപ്പെടുന്ന ലേഖനമാണ്. ആ ലേഖനത്തിലാണ് നാം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിടുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു വാക്കല്ല. ഉന്തിയിടുക, തള്ളിയിടുക. അപ്പോൾ അത്രമാത്രം ഗൗരവമായ ഒരു വിഷയത്തെ കാണുന്നു. എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ സംഭവിച്ചുവെന്ന് നാം എന്ത് ചെയ്യാതെ പോകരുത്, അറിയാതെ പോകരുത്. എന്താണ് അവരെ സംബന്ധിച്ച്? അവർക്ക് ഒത്തിരി പ്ലസ് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. 10-ാം വാക്യത്തിൽ കാണുന്നു, 10-ാം അധ്യായത്തിൽ 1-ാമത്തെയും, അവർ മേഘത്തിന് കീഴിൽ നടന്നു, സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ്. പിന്നെ 3-ാം വാക്യത്തിൽ എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറ ക്രിസ്തുവിനെക്കുറിച്ച് നാം കാണുന്നു. ക്രിസ്തു യുഗങ്ങളുടെ പാറയാണ്, പിളർക്കപ്പെട്ട പാറയാണ്, അനുഗമിച്ച പാറയാണ്. ആ പാറ ക്രിസ്തുവായിരുന്നു. എന്നിട്ടും അവർ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. എന്താണ് കാരണം? അടുത്ത കാര്യത്തിൽ കാണുന്നു 5-ാം വാക്യം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ഭവിച്ചു. 7-ാം വാക്യം, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അടുത്തത്, അവരിൽ ചിലർ പരസംഗം ചെയ്ത് വീണതുപോലെ നാം പരസംഗം ചെയ്യരുത്. 3, അവർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. 4, അവർ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നാം പിറുപിറുക്കരുത്. അപ്പം 4 കാര്യങ്ങൾ. ഇവർ ഒരേ ആത്മീയ ആഹാരം കഴിച്ചവരാണ്, ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചവരാണ്, പക്ഷേ ദൈവം പ്രസാദിച്ചില്ല. 4 കാരണങ്ങളാണ് അവിടെ എഴുതിയിരിക്കുക. 1, അവർ ദുർമോഹികളാകാതിരിക്കണം. 2, നാമും വിഗ്രഹാരാധികൾ ആകരുത്. നമ്മൾ ആ വാക്കൊക്കെ കേൾക്കുമ്പോൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ചിലപ്പം ദൈവം അല്ലാത്ത പലതും വിഗ്രഹങ്ങളാകാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ചിലർക്ക് അവരുടെ വണ്ടി വിഗ്രഹമാണ്. ചിലപ്പോൾ ഒരു വണ്ടിയിലൊക്കെ നമ്മളൊന്ന് അറിയാതെ ചാരിയൊക്കെ നിന്ന് അവർ വരുമ്പോൾ ഒരു നോട്ടമൊക്കെ കാണും, നമ്മളങ്ങ് ഉരുകിപ്പോവും. അതിൻ്റെ അർത്ഥം ഈ വണ്ടിയെ ചാരിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? വണ്ടിയിലൊക്കെ നല്ല ചാരിയൊക്കെ നിന്നാലേ നമ്മൾ ചിലപ്പോൾ അറിയാതൊക്കെ നിൽക്കുമായിരിക്കും, അവരുടെ ഭാവമൊക്കെ മാറും. അത് അവർക്ക് എന്താണ്? വിഗ്രഹമാണ്. ചിലർക്ക് വീട് വിഗ്രഹമായിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. തൂത്തും തുടച്ചും ഒരിക്കലും വീട്ടിലെ പണി തീരത്തില്ല. അവർക്ക് വീടെന്താണ്? വിഗ്രഹമാണ്. ചിലർക്ക് പിള്ളേർ വിഗ്രഹമാണ്. മക്കളെ സ്നേഹിക്കണം, 100% മക്കളെ നമ്മൾ സ്നേഹിച്ചില്ല പിന്നെ ആരാ സ്നേഹിക്കുക? മക്കളെ സ്നേഹിക്കണം. പക്ഷെ മക്കൾ ഒരിക്കലും ആരാകരുത്? വിഗ്രഹമാകരുത്. മക്കൾ വിഗ്രഹമാകരുത്. മക്കളെ സ്നേഹിക്കണം, പക്ഷെ മക്കൾ ഒരിക്കലും എന്താകരുത്? വിഗ്രഹമാകരുത്. മക്കളെ സ്നേഹിക്കുക. ഇവരെല്ലാം നമ്മളെ വിട്ടേച്ച് അവരവരുടെ കല്യാണം കഴിച്ച് പോകും. ഒടുവിൽ കളവനും കളത്തിയും തന്നെ കാണത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും എല്ലാ ഭർത്താക്കന്മാരോടും ഞാൻ പറയും, സ്വന്തം ഭാര്യയെ സ്നേഹിച്ചോണം, പിന്നെ സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ചോണം. പിള്ളേർ കല്യാണം കഴിക്കും, അവർക്ക് അവരുടെ കുടുംബമാവും, അവരങ്ങ് പോവും, പിന്നെ നമ്മളെ കാണത്തുള്ളൂ. അതുകൊണ്ട് അന്നും ഇന്നും എല്ലാം കൂടെ ഉള്ളത് ആരായിരിക്കും? ഭാര്യ. എന്നാലും മക്കൾ എന്താകരുത്? വിഗ്രഹമാകരുത്. മക്കൾ വിഗ്രഹമായിട്ടുള്ളവരെ എനിക്കറിയാം. അമിതമായ സ്നേഹിക്കണം, 100% മക്കളെ സ്നേഹിക്കണം. പക്ഷേ വിഗ്രഹങ്ങളാകരുത്. വിഗ്രഹങ്ങളായാൽ അത് നമുക്ക് അപകടകരമാകും. ദൈവത്തെക്കാൾ കൂടുതൽ മറ്റൊരു ചിറക്ക് പണം വിഗ്രഹമാണ്. പണം ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനേക്കാൾ. ഈ അടുത്തിടയ്ക്ക് കേരളത്തിൽ നടുക്കിയൊരു സംഭവം ഉണ്ടായി, നരബലി. ഞങ്ങളുടെ ജില്ലയിലാണെന്നുള്ളത് വല്ലാതെ വിഷമിപ്പിക്കുന്നു. അതോ അഭ്യസ്തവിദ്യരായ
100% സാക്ഷരതയുള്ള നാട്ടിലൊക്കെ ഇത് സംഭവിക്കുമ്പോൾ ഇവരെ അങ്ങോട്ട് കൊണ്ടുവന്ന എന്താ? ഒറ്റ കാര്യമാണ്, ഇത് ചെയ്താൽ സമൃദ്ധി ഉണ്ടാകുമെന്നുള്ള ചിന്ത. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ചിലർക്ക് പണമൊക്കെ ഒത്തിരി വിഗ്രഹമായ ചാകത്തില്ല കേട്ടോ, ചാകത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരമ്മച്ചി കുഞ്ഞിലെ മരിക്കാറായി കിടക്കുക, ചാകുന്നില്ല. ഇവരൊന്ന് മരിച്ചിട്ട് വേണ്ട എല്ലാവർക്കും പോകാൻ, മരിക്കാൻ അടക്കാനൊക്കെ പോകും. എല്ലാവരും ചുറ്റും നിൽക്കുക, പോകുന്നുമില്ല. അവസാനം ആരാണ്ട് പറഞ്ഞു പൈസ കൊടുക്കാൻ, കൈ ചുരുട്ടി പിടിച്ച് പൈസ, ചത്തുപോയി. ഏറ്റവും ഇങ്ങനെ പിടിച്ച് ചത്തു. അപ്പം അമ്മച്ചിയുടെ വിഗ്രഹം എന്തായിരുന്നു? പൈസയായിരുന്നു. അപ്പം പണം ഒരിക്കലും എന്താകരുത്? വിഗ്രഹമായിരുന്നു. നമ്മൾ പണത്തിന് വേണ്ടിയാണോ, പണം നമുക്ക് വേണ്ടിയാണോ? നമ്മൾ പണത്തിന് വേണ്ടിയാണോ, പണം നമുക്ക് വേണ്ടിയാണോ? നമ്മൾ പണത്തിന് വേണ്ടിയാണോ, പണം നമുക്ക് വേണ്ടിയാണോ? ഞാൻ ഈ FD സർട്ടിഫിക്കറ്റ് എടുത്ത് ഉമ്മ കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. FD ഒക്കെ ഇങ്ങനെ അപ്പം പണം ഒരിക്കലും എന്താകരുത്? വിഗ്രഹമാകരുത്. എന്നാൽ പണം വിഗ്രഹം അല്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇച്ചിരി പണം കൂടുതൽ വന്നാൽ അസ്വസ്ഥപ്പെടുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട് റാന്നിയിൽ. ഇച്ചിരി പൈസ കൂടുതൽ വന്നാൽ പുള്ളി രാത്രി പോയിട്ട് ടൗണിൽ നിൽക്കും ആരെങ്കിലും കാണാൻ, അല്ലാതെ ഉറക്കം വരത്തില്ല. ആവശ്യത്തിൽ കൂടുതൽ പൈസ വന്നാൽ ആർക്കെങ്കിലും കൊടുത്ത് തീർക്കാതെ കിടക്കാത്ത മനുഷ്യനെ എനിക്കറിയാം. അപ്പം പണം ഒരിക്കലും എന്താകരുത്? വിഗ്രഹമാകരുത്. പണം വിഗ്രഹമാകാം, മക്കൾ വിഗ്രഹമാകാം. ദൈവത്തെക്കാട്ടിൽ കൂടുതൽ ഒന്നിനെയും എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. അപ്പം വിഗ്രഹാരാധന എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് തന്നെയല്ല. എന്തിനേയും ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ അതെന്താകാം? വിഗ്രഹം. ചിലർക്ക് പേര് ഒരു വിഗ്രഹം, അവർക്ക് അവരുടെ പേര് കളയാൻ പാടില്ല, അതൊരു വിഗ്രഹമാണ്. ചിലർക്ക് തൊഴിൽ, ഇന്ന് ഒത്തിരി മക്കൾ കല്യാണം കഴിക്കത്തില്ല, അവരെല്ലാം പ്രൊഫഷനിൽ ഇങ്ങനെ വളരുക. ഈ പ്രൊഫഷനിൽ വളർന്നിട്ട് എന്തോ ചെയ്യാനാ? എന്തോ ചെയ്യും? പ്രൊഫഷൻ അതിനകത്ത് ഇങ്ങനെ വളർന്നു ഞങ്ങളുടെ കരിയർ എല്ലാം വലിയായി, 5 ലക്ഷം രൂപ ശമ്പളവും CEO ഒക്കെ ആയി. എന്നിട്ട് എന്തോ ചെയ്യും? എന്നിട്ടെന്തോ ചെയ്യും? എന്നിട്ടെന്തോ ചെയ്യും? പണ്ടൊരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള കഥയാണ്. അദ്ദേഹം ഇങ്ങനെ ഈ അമേരിക്കയിലൊക്കെ നമ്മളറിയാൻ ചൂണ്ടയിട്ടിട്ട് മീനെ പിടിക്കും. എന്നിട്ട് മീനെ കിട്ടുമ്പോൾ ചിലരെന്ത് ചെയ്യും? വെള്ളത്തിൽ തന്നെ കളയും, എന്നിട്ട് വീണ്ടും പിടിക്കും. ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, താൻ ഇങ്ങനെ മീനെ പിടിച്ച് കളയാണോ? ഇങ്ങനൊന്നും ചെയ്യരുത്, ബുദ്ധി വേണം. ചോദിച്ചാൽ എന്ത് വേണം? നമുക്ക് ഈ മീനെ കിട്ടുന്ന കാശ് കൊണ്ട് അതിനെ വിൽക്കണം. ചോദിച്ചു എന്നിട്ട് ചൂണ്ടയ്ക്ക് പകരം ഒരു വല മേടിക്കണം. അപ്പോൾ ഒത്തിരി മീൻ ഒന്നിച്ചെന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ അയാൾ ചോദിച്ചു എന്നിട്ട് ആ പൈസ കൊണ്ട് വലിയ വല മേടിക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു എന്നിട്ട് ഒരു വള്ളം മേടിക്കണം. എന്നിട്ട് ആ പൈസ കൊണ്ട് വീണ്ടും ഒത്തിരി മീനെ പിടിക്കണം. എന്നിട്ട് ഒരു വള്ളം കൂടെ മേടിക്കണം. പിന്നെ അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ഫിഷിംഗ് കമ്പനി തുടങ്ങണം. എന്നിട്ട് ഒത്തിരി ബോട്ടുകളും വള്ളങ്ങളും ഒക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? എന്നിട്ട് അയാൾ ചോദിച്ചു എന്നിട്ട് നിങ്ങളപ്പോൾ ഈ കിട്ടുന്ന ഫിഷിനെ എല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വലിയ ഫാക്ടറി ഒക്കെ തുടങ്ങും. അയാൾ ചോദിച്ചു എന്നിട്ട് ഒത്തിരി പേരെ ജോലിക്ക് വെക്കണം. അയാൾ ചോദിച്ചു എന്നിട്ട് അതിൻ്റെ വലിയൊരു ഓഫീസ് തുടങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യാനാ? നല്ല AC ഒക്കെ ഇട്ട് കറങ്ങുന്ന കസേരയിൽ ആ ഓഫീസിൽ അങ്ങനെ ഇരിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതൊന്നും കഷ്ടപ്പാടല്ലാതെ ഞാൻ കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കുക, ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഞാൻ കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കുകയല്ലേ. ഇതെല്ലാം ആയാലും അവസാനം എന്തോ ചെയ്യും? അപ്പം ഒന്നും എന്താകരുത്? വിഗ്രഹമായി. എല്ലാത്തിനും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് വേണം. അതാണ് ഇവർക്ക് പറ്റിയത്. നിങ്ങൾ അവരെ പോലെ എന്താകരുത്? ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്ന ഒരു ചിന്തകൾക്ക് അപ്പുറത്തേക്കാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ പറയുന്നു, നിങ്ങൾ അവരെ പോലെ ദുർമോഹികൾ ആകരുത്. അടുത്ത ഒരു കാര്യം കണ്ടോ? അവർ ചിലർ എന്ത് ചെയ്തു? പരസംഗം ചെയ്തു എന്ന് കാണുകയാണ്. അപ്പം വളരെ സെക്ഷൽ ഇമ്മോറാലിറ്റിയെ പറ്റി പറയുക. അത് സംഭവിക്കരുത്. ഇന്ന് വളരെ ലൂസായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ പോവുക. പ്രീ മാരിറ്റലും എക്സ്ട്രാ മാരിറ്റലും ഒരു ജീവിതത്തിൻ്റെ ഭാഗമായ അഭിമാനമായ ഒരു ലോകത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ചെറുക്കൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയി. ചെറുക്കൻ ഭാര്യ ഇട്ടിട്ട് വേറൊരാളുടെ പോയി. ഞാൻ ഡയറക്റ്റ്ലി അതിനകത്ത് ഒത്തിരി ഇൻവോൾവായി ഈ കൊച്ചിനെ ഒന്ന് രക്ഷിക്കാൻ.
അവൻ്റെ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. കാരണം കൺസെൻ്റ് ആണോ, വി ആർ ഹെൽപ്ലെസ്. അവരെ ഞങ്ങൾ പോയി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, കോർട്ടിൽ കൊണ്ടുവന്നു. കോർട്ടി ചോദിച്ചു നിങ്ങൾക്കതാ, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ശരി, എന്തോ ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. നിയമത്തിൻ്റെ മുമ്പിൽ ഇവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ തമ്പുരാൻ്റെ മുമ്പിൽ ഒരു കോടതിയുണ്ട്. ആ കോടതിയാണ് ഏറ്റവും വലിയ ഒരു കോടതി. ഈ എക്സ്ട്രാ മാരിറ്റിലൊക്കെ ഒരു ഒരു ഭാഗവും ഭാഷണവും ഒക്കെ ആയ ലോകത്താണ് നമ്മൾ ജീവിക്കുക. ആധുനികതയുടെ ഏറ്റവും വലിയ അപകടമായിട്ടൊക്കെ അത് മാറി. പക്ഷേ ഇവിടെയാണ് കൃത്യമായ ബോധ്യങ്ങൾ വേദപുസ്തകം കൊടുക്കുന്നു. ജീവിതം ഒന്നേ ഉള്ളൂ, അതിനെ വിശുദ്ധമായിട്ടൊക്കെ സൂക്ഷിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അതിനെ വിശുദ്ധമായിട്ട്. കാരണം എനിക്ക് യേശുവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു വാക്കുണ്ട്. യേശു ആരായിരുന്നു? നഗ്നനായി. അവിടെ എഴുതിയിരിക്കുകയാണ്, ക്രൂശിൽ കർത്താവ് നഗ്നനായി കിടക്കുകയാണ്. 30 വയസ്സേ ഉള്ളൂ, 33 വയസ്സ്. കത്തി നിൽക്കുന്ന യൗവനം, 100% മനുഷ്യത്വത്തിൽ ജീവിച്ചവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ലോകത്തോട്, എനിക്ക് മറയ്ക്കാൻ ഒന്നുമില്ല. വിരിക്കപ്പെട്ട കൈകളുമായിട്ട് ക്രൂശിൽ ക്രിസ്തു കിടക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ലോകത്തോട് പറയുന്നു, എനിക്കൊന്നും മറയ്ക്കാനില്ല, എല്ലാം നഗ്നമായിട്ട് കിടക്കുക. മറകളില്ലാതെ ജീവിക്കാനായിട്ടുള്ള കൃപ പ്രാപിക്കണം. ആരെയും ഒന്നും മറയ്ക്കാനില്ലാത്ത ജീവിതം, രഹസ്യങ്ങളില്ലാത്ത ജീവിതം. ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയണം. ആ വരവെങ്കിൽ എനിക്കൊന്നും മറയ്ക്കാനില്ല. ഭാര്യയിൽ നിന്നൊന്നും മറയ്ക്കാനില്ലാത്ത ഭർത്താക്കന്മാർ, ഭർത്താവിൽ നിന്നൊന്നും മറയ്ക്കാനില്ലാത്ത ഭാര്യമാർ, പേരൻസിൽ നിന്നൊന്നും മറയ്ക്കാനില്ലാത്തവർക്ക് പേടിക്കണോ? വേണോ? വേണ്ട. ഞങ്ങളുടെ ഒരു അച്ചായന് ഇച്ചിരി പേടിയാണ്. എന്നും ചോദിക്കും ഈടി വരുമെന്ന്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഈടി വരുന്നത്? അല്ല, എല്ലായിടത്തും ഈടി വരിക. അച്ചായൻ എന്തുകൊണ്ട് വരുമാനം? അച്ചായൻ്റെ മിനിമം ബാലൻസ് പോലും ഇല്ലാത്ത അച്ചായനെ ഈടി എന്തോ ചെയ്യാൻ? ഈ അധികം പൈസ കയ്യിലില്ലാത്തവൻ ഇവരെ എല്ലാം പേടിക്കണോ? വേണോ? അവരിങ്ങനെ കൂളായിട്ട് നിന്നാൽ പോരെ? അവർക്ക് പേടിക്കാനുണ്ടോ? മറയ്ക്കാനുള്ളവൻ എന്നും എന്ത് വരും? പേടി വരും. ഒരിക്കലും ഒരു അച്ചായൻ്റെ ഭാര്യ മരിക്കാറായി. അച്ചായൻ അമ്മാമ്മയെ ഉറക്കഴിച്ച് ശുശ്രൂഷിക്കുകയാണ്. ആ പാവത്തിന് വയ്യ, അവൾ മരിക്കാറായി. ആരും പറയാത്ത ഒരു വാക്ക് ഈ ആൻറ്റി പറഞ്ഞു ചേട്ടനോട്, ചേട്ടാ ഞാൻ മരിക്കുക. സാധാരണ സൗകര്യന്മാരെല്ലാം പറയും സത്യം ചെയ്യും, ഇനിയും കെട്ടത്തില്ലെന്ന്. പക്ഷെ ഇവൾ പറഞ്ഞു കെട്ടണം ചേട്ടൻ. അയാൾ പറഞ്ഞു ഞാൻ കെട്ടില്ല. നീ അല്ലാതെ ഒരു സ്ത്രീയെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിൻ്റെ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോകും. നീ ആയിരിക്കും എൻ്റെ മനസ്സ്. അവൾ പറഞ്ഞു അങ്ങനെ അല്ല ചേട്ടാ, കെട്ടണം. അല്ലടി കെട്ടത്തില്ല. അവൾ പറഞ്ഞു ആ കെട്ടി വരുന്ന പെണ്ണിൻ്റെ മൂക്കിൽ ഈ മൂക്കുത്തി ഊരിയിടണം. മോളെ നീ അങ്ങനെ പറയല്ലേ. അവിടെ കാതിൽ ഈ കമ്മലിടണം. നീ അങ്ങനെ പറയല്ലേ. അവിടെ കഴുത്തിൽ എൻ്റെ മാല ഊരിയിടണം, എൻ്റെ ഓർമ്മയ്ക്കായി. എടി നീ അങ്ങനെ പറയാതെ എനിക്കൊന്നും സഹിക്കാൻ വയ്യ. ഏറ്റവും ഒടുവിൽ അവൾ പറഞ്ഞു അവിടെ കയ്യിൽ എൻ്റെ വള ഊരിയിടണം. പെട്ടെന്ന് അയാൾ പറഞ്ഞു അവിടെ കയ്യിൽ ഈ വള കയറത്തില്ലെന്ന്. അവിടെ കയ്യിൽ ഈ വള എന്ത് ചെയ്യത്തില്ല, കയറത്തില്ല. മറകളെല്ലാം ഒരു ദിവസം പൊളിഞ്ഞു വരും. പക്ഷെ ഒന്നും മറയ്ക്കാനില്ലാത്തൊരു ദിവസമുണ്ട്. അന്നിങ്ങനെ നിൽക്കണം, എനിക്കൊന്നും മറയ്ക്കാനില്ലെന്ന്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ വിശ്വസിക്കുന്ന ലോട്ടറി അടിക്കുന്നതോ, ഒത്തിരി എടുത്ത് പ്രസംഗിക്കാൻ പോയതോ, രാജ്യങ്ങൾ സന്ദർശിച്ചതോ, ഇത്ര രാജ്യം പോയതോ ഒന്നുമല്ല. മരിക്കാൻ നേരത്ത് പറയണം എൻ്റെ ഭാര്യ അറിയാത്തൊരു രഹസ്യം എനിക്കില്ലെന്ന്, എൻ്റെ ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യമില്ലെന്ന്, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത ഒരു രഹസ്യം എനിക്കില്ല. അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ അവരെ പോലെ ഭാഗ്യവാൻ ലോകത്താർക്കാ ഉള്ളത്? ഞാൻ എല്ലാ മക്കളോടും പറയും, കല്യാണം കഴിക്കുമ്പം കർത്തദാസന്മാർ ചോദിക്കും, ഈ ഭർത്താവിനെ പയ്യനെ ഈ യുവാവിനെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ, നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ രഹസ്യവും പരസ്യമായി എന്തെങ്കിലും തടസ്സങ്ങൾ നിനക്കുണ്ടോ? എന്തെങ്കിലും നിനക്കുണ്ടോ? അവനോട് ചോദിക്കും, ഇവളെ സ്വീകരിക്കാൻ തടസ്സമായി എന്തെങ്കിലും നിനക്കുണ്ടോ? ചോദിക്കുമ്പം ഒന്നുമില്ലെന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിഞ്ഞാൽ അതിപ്പരം ഒരു പുണ്യം എന്താ ഉള്ളത്? അതിപ്പരം പുണ്യം എന്താ ഉള്ളത്? നിന്നെ സ്വീകരിക്കാൻ തടസ്സമായി എൻ്റെ ഇന്നലകളിൽ എനിക്കൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു ജീവിതമൊക്കെ തുടങ്ങാൻ കഴിഞ്ഞാൽ അതിപ്പരം ഭാഗ്യം എന്താ ഉള്ളത്? അപ്പം പ്രിയമുള്ളവരെ, മറകളില്ലാതെ ജീവിക്കാൻ കഴിയണം. കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് മറയില്ലാതെ ജീവിക്കണം.
കാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്. സുവിശേഷകരെന്ന നിലയിൽ ഏറ്റവും വലിയൊരു കാര്യം മറയില്ലാതെ ജീവിക്കണം. അവർക്കെന്താ പേടിക്കാൻ? ആര് പറഞ്ഞാലും മനസാക്ഷി എന്ന കോടതിക്ക് മുമ്പിൽ ശുദ്ധമറ്റ ഒരു ഹൃദയമുണ്ടെങ്കിൽ ആരെ പേടിക്കാനാ? ഏത് അപവാദത്തെ പേടിക്കാനാ? കർത്താവ് അവരുടെ കൂടെ കാണും. ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയിക്കപ്പെടും. പ്രാർത്ഥിച്ച് മറയില്ലാതെ ജീവിക്കണം. മനസ്സുകൊണ്ട് പോലും ശുദ്ധമായി ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. എല്ലാം നോക്കുന്ന ഒരു കർത്താവുണ്ട്. എല്ലാം നോക്കുന്ന ഒരു കർത്താവുണ്ട്. എല്ലാം നോക്കുന്ന ഒരു കർത്താവുണ്ട്. ജീവിതത്തെ സംശുദ്ധമായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിപ്പര ഒരു ഭാഗ്യം എന്താ ഉള്ളേ? ചെറിയ ഒരു മറ പോലും എനിക്ക് വേണ്ട കർത്താവേ. എൻ്റെ ഫോണിനകത്ത് പോലും ഒരു കോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യേണ്ടത് വേണ്ട, ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യേണ്ടത് വേണ്ട. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച് എനിക്കൊന്ന് മറയില്ലാതെ ജീവിക്കണം. ഒരു ദിവസമല്ല. അതുകൊണ്ടാണ് ജീവപര്യന്തം വിശ്വസ്തത. കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ, കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ തല താഴ്ത്താൻ ഇടയാകാത്ത പ്രാഗൽഭ്യത്തിൻ്റെ ഉടമകളായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ പ്രേമകാന്തനെ നാം അന്നേരം കാണും. കണ്ണും കൂടെ കൂട്ടി നിൽക്കും. എന്നിട്ട് ചോദിക്കും, ഈ വിവാഹത്തിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ? ആത്മമണവാളിനെ വേളി കഴിക്കാൻ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ കണ്ണും കൂടെ ഒന്ന് നോക്കുമ്പോൾ കണ്ണി നോക്കി നിന്ന് മറയ്ക്കാൻ ഒന്നുമില്ലെന്ന് പറയാൻ കഴിഞ്ഞ അതിപ്പരം ഒരു ഭാഗ്യം എന്താ ഉള്ളത്? അതിപ്പരം ഒരു ഭാഗ്യം എന്താ ഉള്ളത്? അതിപ്പരം ഒരു ജീവിത വിശ്വത്തിൻ്റെ സന്തോഷം എന്താ ഉള്ളത്? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ എനിക്കതിന് കഴിയണം, ഞാനത് ആഗ്രഹിക്കുന്ന കർത്താവേ. ഒരിക്കൽ നമ്മളിങ്ങനെ അക്ഷരികമായി ക്രിസ്തുവിനെ കാണും. ആ കണ്ണും നമ്മുടെ കണ്ണും കൂടി ഇങ്ങനെ നോക്കും. കണ്ണും കൂടെ ഒന്ന് നോക്കി നിൽക്കുമ്പോൾ തല എന്തെങ്കിലും മറയുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തല താഴ്ത്തും. ഒരു കള്ള ലക്ഷണം. ഒന്നും താഴ്ത്താനില്ലാത്തവർ ആ കണ്ണി നോക്കി നിൽക്കും. അവർ പാടും, ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലും കാൽവറി സ്നേഹത്തിൻ മുന്നിലായി അലിഞ്ഞുപോം ഇവയെല്ലാം മഞ്ഞുപോലെ. എങ്കിലും കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോ ഇവയെല്ലാം മഞ്ഞുപോലെ. ഓ പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യ അവകാശമല്ലേ. ഓ പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യ അവകാശമല്ലേ. ഉലകിലൻ അരികില പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ. അപ്പോൾ അന്നിങ്ങനെ കണ്ണി നോക്കി നിൽക്കണ്ടേ? കണ്ണും കൂടെ ഒന്ന് നോക്കുമ്പോൾ തല താഴ്ത്താൻ ഇടയില്ലാത്ത ഒരു പ്രാഗൽഭ്യം കിട്ടണമെങ്കിൽ മറയില്ലാതെ ജീവിക്കാൻ കഴിയണം. മറയുണ്ടെങ്കിൽ നമ്മളൊന്ന് അറയ്ക്കും, നമ്മുടെ തലയൊന്ന് താഴും. ചില നുണപരിശോധനയൊക്കെ പിടിക്കുന്ന എന്താ, അവിടെ ഹാർട്ട് ബീറ്റ് കൂട്ടും, ദേഹം വിയർക്കും. കൃത്യമായി മെഷീൻ അത് കണ്ടെത്തുമെങ്കിൽ അതിലും എത്രയോ വലുതായിരിക്കും തമ്പുരാൻ്റെ മെഷീനൊക്കെ. ദൈവം എന്നെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ നിലവുകളെ പോലും വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ നിലവുകളെ പോലും വിശുദ്ധീകരിക്കാൻ, നിലവുകളെ പോലും വിശുദ്ധീകരിക്കാൻ. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട് പ്രിയരെ, ഞെട്ടിപ്പോയിട്ടുണ്ട്. സ്വപ്നങ്ങളിൽ അശുദ്ധികൾ കാണുന്നവർ
അതിനെ വിശുദ്ധീകരിക്കാൻ ഉപവസിക്കുന്നത് കണ്ട് ഉന്നതരായ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞ്, എന്താ ഉപവാസം, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? സ്വപ്നങ്ങളിൽ വിശുദ്ധി ഉണ്ടാകാൻ. എൻ്റെ നിனைവുകളെ പോലും വിശുദ്ധീകരിക്കണമേ. അവിടെ തന്നെ കിടക്കമേൽ ശോധന ചെയ്തു എന്നുള്ള വചനം പോലെ. നോക്കൂ, അവർ പരസംഗം ചെയ്തു. വീണ്ടും വിഗ്രഹാരാധികൾ. അടുത്തത് 5-ാം വാക്യത്തിൽ കാണുന്നു, അവർ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയി. കോണ്ടസ്റ്റുകൾ പഴയ നിയമത്തെ നമ്മൾ കാണാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. അവർ പലപ്പോഴും പരീക്ഷിച്ചു, പിറുപിറുത്തു. വളരെ ഗൗരവമുള്ളൊരു പാപമാണ് പരീക്ഷിച്ചു. പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ എന്താ? ദ ലിമിറ്റഡ് ഗോഡ്. അവർക്ക് ശക്തിമാന്മാരുടെ ആഹാരം കൊടുത്തു. ആരുടെ ശക്തിമാന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ദൂതന്മാരുടെ ഭക്ഷണം. ദൂതന്മാരുടെ ഭക്ഷണം കൊടുത്തിട്ടും ഇടയ്ക്ക് അവർക്ക് ഡൗട്ട് തോന്നി, പരീക്ഷിച്ചു. നമ്മളൊരു കാര്യം ഓർക്കുക, ദൈവത്തെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ലിമിറ്റ് ചെയ്യരുത്. നമ്മുടെ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. ഇതൂടെ തരാൻ കഴിയുമോ, ഇതൂടെ ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കരുത്. ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. നമ്മുടെ ദൈവം പരിമിതിയില്ലാത്ത ദൈവമാണ്. നമ്മുടെ ദൈവം പരിമിതിയില്ലാത്ത ദൈവമാണ്. ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. ദൈവത്തിന് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് പരിമിതപ്പെടുത്തുക. പരീക്ഷിച്ചു. വീണ്ടും അവർ ചിലർ എന്ത് ചെയ്തു? പിറുപിറുത്തു. ഈ പിറുപിറുപ്പെന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു സുഖമില്ലാത്ത, ഇംഗ്ലീഷിൽ എന്താ പറയുക? മർമറിങ് ആണ് അല്ലേ? മർമറിങ് ആണ്. അതൊരു ആണ്. പിറുപിറുക്കുക, മർമറ് ചെയ്യുക, ഒരു ബുദ്ധിമുട്ടുള്ളൊരു വാക്കാണ്. ഈ മനുഷ്യൻ്റെ വലിയൊരു പ്രശ്നമാണിത്. മനുഷ്യരെല്ലാം അസ്വസ്ഥരാണ്. ഇന്നത്തെ ലോകം മുഴുവൻ അസ്വസ്ഥത ലോകം. എപ്പോഴും ഈ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും. അവരെ പോലെ നമ്മൾക്കൊത്തില്ലല്ലോ, അവർക്ക് എന്തെല്ലാം ഉണ്ട്. ഇത് കുടുംബത്തിലൊക്കെ പ്രശ്നം ഉണ്ടാക്കും. കുടുംബത്തിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന എപ്പോഴും അസംതൃപ്തിയാണ്. ഒരു ഡിസ്കണ്ടൻ്റ് സ്പിരിറ്റ് ഉണ്ട്, അതൃപ്തിയുടെ ദുരാത്മാവാണ്. അത് പിടിച്ചുണ്ടല്ലോ, അത് പിടിച്ചവർ സഭയിൽ വന്നിരുന്ന ഗതികേടാണ്, അതൃപ്തിയുടെ. അവർക്ക് എന്തോ ചെയ്താലും ഇഷ്ടപ്പെടത്തില്ല. ഒരു ചൊല്ലുണ്ട്, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റ. അവരാണ് സഭയുടെ ചേട്ടന്മാർ. ഈ സഭയൊക്കെ എന്തെനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. എന്നാലും എൻ്റെ പൊന്നുപ്രിയരെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ അതിർത്തിയുള്ളൊരു ശക്തി വന്നിരുന്ന വലിയ പാടാണ്. പുതിയൊരു പാട്ട് കൊയർ പഠിച്ചിട്ട് വന്നു എന്ന് പറയാ, ഇതെന്തോ പാട്ടാ, ആർക്കും അറിയാത്തൊരു പാട്ടും കൊണ്ട് വന്നേക്കുക, നമ്മളൊന്ന് ആരാധിക്കാൻ വന്നപ്പോൾ ഒരു പാട്ട്. ഇവരുടെ പിറുപിറുപ്പ് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അവരുടെ കൊച്ചു കൊയറിലുണ്ടെങ്കിൽ അവർ പാടുന്ന പാട്ട് കാണും. അവരുടെ കൊച്ചു കൊയറുണ്ടെങ്കിൽ ആരാധിക്കുക. അയ്യോ, വേറൊരാളുടെ കൊച്ചുണ്ടെങ്കിൽ, ഇത് ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പിടങ്ങല്ലേ, അവരുടെ ഭർത്താക്കന്മാർ പ്രസംഗിക്കുകയാണെങ്കിൽ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, വേറെ വല്ലതും പ്രസംഗിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അവരുടെ പിള്ളേർ കൊയറിലുണ്ടെങ്കിൽ അവർക്കിഷ്ടം, വേറെ പിള്ളേരുണ്ടെങ്കിൽ കുറ്റം. ശരിക്കും പറഞ്ഞാൽ പുതിയ പാട്ട് പോട്ടെ, ഒറിജിനൽ പഴയ പാട്ട് പാടിയ ആർക്കെങ്കിലും അറിയാവും? ആർക്കും അറിയത്തില്ല. ഇപ്പം ഞാൻ പാടിയതൊരു പഴയ പാട്ടാണ്, ഉലകിലെന്നെ അരികിലായി, പലർക്കും അറിയത്തില്ല. കാരണം നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പഴയ പാട്ടുകൾ. പഴയ പാട്ട് പാടിയ കുറ്റം, പുതിയ പാട്ട് പാടിയ കുറ്റം. ഞാനിങ്ങനെ ശാന്തമായിട്ട് പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, കൊള്ളാം, നല്ല പ്രസംഗമൊക്കെ, പക്ഷേ ഒരു ബുദ്ധി എന്നാണ്, എന്തില്ല, ഒരു അഭിഷേകമില്ല. പക്ഷെ ഞാൻ വളരെ ശക്തമായിട്ട് ഇത് തന്നെ പറയാം, പ്രിയരെ, പിറുപിറുത്ത് പ്രസംഹാരിയെ നശിച്ചു പോയി, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ട് പോരാ, ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടി. അപ്പം പറയും ബഹളമാ, കഴമ്പില്ല. ശാന്തമായിട്ട് പ്രസംഗിക്കാനൊക്കെയോ? ഇല്ല. കുറിപ്പടി വെച്ച് പ്രസംഗിച്ചാൽ അത് ബുദ്ധി നയിപ്പോ, അല്ലെങ്കിൽ അത് ബഹളമായിപ്പോ. നാം നല്ലപോലെ ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് കേട്ടു, സ്ത്രീകളെ കാണുമ്പം ചിരി കൂടുതലാണ്. ഞാൻ വളരെ ഡീസൻ്റായി, പ്രൈസ് ദ ലോർഡ്. അപ്പം പറഞ്ഞു, ഇവനിപ്പോൾ എന്തോ ഗമയാണ്. അപ്പോൾ ചിരിക്കാനൊക്കെ ചിരിക്കും, കരയാനൊക്കെ. കരഞ്ഞപ്പം കേട്ടിട്ടുണ്ട്, അവൻ്റെ മോങ്ങൽ എന്തോ മോങ്ങലാ. എൻ്റെ പൊന്നെ, കരയാനൊക്കെ ചിരിക്കാനൊക്കെ. നല്ലപോലെ ഫുഡ് കൊടുക്കുന്ന ഒരു കൾച്ചർ അമ്മയുടെയാണ്. അപ്പോൾ അമ്മ പോയപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നല്ലപോലെ കുറയ്ക്കരുത്. അവളപ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് ചെയ്തപ്പോൾ ഒരു കമൻറ്റ് കേട്ടു, നമ്മൾ ചുരുക്കി കൊടുക്കും, അവരങ്ങ് ലാവിഷ. അപ്പം ഞങ്ങൾ വളരെ ഡീസൻ്റായി, കഞ്ഞിയും പയറായി. അമ്മയുടെ കാലത്ത് വല്ലതും കൊടുക്കുമായിരുന്നു, ഇപ്പോൾ അറുത്ത കൈക്ക് ഉപ്പ് കൊടുക്കട്ടെ. അപ്പം കൊടുക്കാനൊക്കെ
കൊടുക്കാതിരിക്കാനൊക്കോ? ചിരിക്കാനൊക്കോ? കരയാനൊക്കോ? കുറച്ച് പ്രസംഗിക്കാനൊക്കോ? ശാന്തമായിട്ട് പ്രസംഗിക്കാനൊക്കോ? തുള്ളിച്ചാടാനൊക്കോ? മുട്ടയെ കുത്താനൊക്കോ? എന്തോ ചെയ്യാനൊക്കോ? എന്നാലും പിറുപിറുപ്പിൻ്റെ ലോകം. ഈ പിറുപിറുപ്പുണ്ടാകുന്നത് ഭയങ്കര പാപമാണ്. നമ്മളെ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ഉള്ളതിൽ എപ്പോഴും സ്തോത്രം ചെയ്തോണം. ഉള്ളതിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അത്ര വലിയ മിടുക്കരൊന്നും അല്ലായിരിക്കും. മറ്റേ പിള്ളേരൊക്കെ മിടുക്കരായിരിക്കും എന്ന് വെച്ചോ. ഈ മിടുക്കര്, എൻ്റെ ഒരു മോനെ അത്ര വലിയ മിടുക്കരൊന്നും അല്ല, എന്നാലും പൂട്ട് വീണ് പോയി. അപ്പം മിടുക്കര് പിള്ളേരൊക്കെ ആശാരിയെ വിളിക്കാൻ പോയപ്പോഴത്തേന് ഇവൻ പൂട്ട് തുറന്നു. ഇങ്ങനെ ഒരു അത്യാവശ്യം വന്ന ഒരു പൂട്ടൊക്കെ തുറക്കണേ ആര് വേണം? ഒന്ന് വണ്ടിയുടെ ടയർ പഞ്ചറായാൽ അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിയാം, പക്ഷെ അവന് നട്ട് പിടിക്കാൻ അറിയത്തില്ല. അതിനാര് വേണം? അതിന് വലിയ മിടുക്കില്ലാത്തൊരു വേണം. പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഐശുവിൻ്റെ വാതുക്കൽ ഇരിക്കണമെങ്കിൽ ആര് വേണം? മറ്റോളെവിടാ? അവൾ UK-ലാണ്, ബിസിനസ്. മറ്റവൻ IT എഞ്ചിനീയർ. ഏറ്റവും ഉള്ള അവൻ പഠിച്ചില്ല, അവൻ നാട്ടിലുണ്ടായിരുന്നു. പഠിക്കാഞ്ഞുകൊണ്ട് BS കിട്ടിയില്ല. 10ാം ക്ലാസ് തോറ്റൊരു പെണ്ണെ കെട്ടി. എന്നാലും അമ്മച്ചി അവസാനം ICU കിടക്കുമ്പോൾ ആരെ കാണത്തുള്ളൂ? ഡോക്ടർ പറഞ്ഞ് ഇച്ചിരി വെള്ളം തൊട്ട് കൊടുത്തോളാൻ. UK നിന്നിട്ട് മോൻ വരുമോ? ഇല്ല. ആര് വരും? ഈ മോൻ കാണും. അപ്പോൾ എന്തുണ്ടോ അതിലെന്ത് ചെയ്യുക? തൃപ്തിപ്പെടുക. കുടുംബത്തിന് എത്ര കൊടുത്തണം? ഉള്ളതിൽ തൃപ്തിപ്പെടണം. ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി. കഥയല്ലിത്, നടന്ന സംഭവം. ഇത്രയേ ഉള്ള ആ കുട്ടി ഗർഭിണിയാണ്. അവൾ ഇറങ്ങിപ്പോയിട്ട് ഒരു ആശ്രമത്തിൽ ചെന്നു. ആശ്രമത്തിലെ അധിപൻ, മഠാധിപതി, ബ്രഹ്മചാരിയായ ഒരു മാന്യദേഹം, വ്യക്തിപരമായി വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന ഒരു സഹോദരൻ. അപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ എന്നെ അറിയാമെന്ന് പറഞ്ഞു. അവളൊരു ക്രിസ്ത്യൻ പെൺകുട്ടി. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ വന്ന് ഇതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും. ഞാൻ ബ്രഹ്മചാരി, ഇവിടെ പ്രസവിക്കാൻ വന്ന് മടത്തി കയറിയേക്ക്. ഞാൻ എന്തോ ചെയ്യും? ഇവിടെ സ്ത്രീകൾ ആരുമില്ല. ഇപ്പം പ്രസവിക്കും, ഇന്നോ നാളെയോ ഡ്യൂ ഡേറ്റ് പോലെ നിൽക്കുക. എങ്ങനെങ്കിലും കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഞാൻ അവിടെ ചെന്ന് അവിടെ കാലെ പിടിച്ചിടി അങ്ങ് പോകും. നാണക്കേടാ ചുമ്മാ. നീ എന്ത് പറയുന്നേ? കൊച്ചേ വാ കൊച്ചേ, അല്ല നീ എൻ്റെ കൂടെ വീട്ടിൽ വാ. എനിക്കിവിടെ നിന്നാൽ മതി. ഇവളങ്ങ് മണിക്കൂറുകൾ സംസാരിച്ചിട്ട് വായുന്നില്ല. എനിക്കെൻ്റെ കട്ടക്കലിപ്പെന്നൊക്കെ പറയത്തില്ല, കല്ലി കയറിയിട്ട് നിൽക്കാൻ പോയി. അപ്പം ഞാൻ അവിടെയിലോട്ടൊരു പേപ്പറും പേനായും കൊടുത്തിട്ട് പറഞ്ഞു, എടി നീ ഇത്ര കുറേ നേരമായിട്ട് നമ്മൾ കേൾക്കുകയല്ലേ, ഒരു നന്മയില്ലാത്ത ഒരു ചെറുക്കമില്ല, എഴുതടി അവൻ്റെ ഒരു 5 ഗുണം. അവൾ പറഞ്ഞു 1 ഗുണമല്ല. നിന്നോടാ ഞാൻ പറഞ്ഞ എഴുതാൻ. അഹങ്കാരി, കുറേ നേരമുണ്ട്, എഴുതടി. അപ്പോൾ അവൾ എഴുതാൻ തുടങ്ങി. 1ാമത്തെ ഗുണം, അവൾ ഗർഭിണിയാണ്. അവൾക്ക് ഈ കാലിനൊക്കെ പൊളപ്പ് വരുമ്പം കുഴമ്പിട്ട് തിരുമ്മി കൊടുക്കും. 1 കുഴമ്പിട്ട് തിരുമ്പും. 2 ചൂടുവെള്ളം കൊണ്ട് ബാത്റൂമിൽ വെച്ച് കൊടുത്തും, ഹീറ്ററൊന്നുമില്ല. 3 അവിടെ തുണി കഴുകി കൊടുക്കും. 4 ഇഷ്ടമുള്ള ഭക്ഷണം മുറി കൊണ്ട് കൊടുത്ത് വാരിയും കൊടുക്കും. പിന്നെ അവൾ അടുത്തത് ഏതാണ്ട് കൂടെ പറഞ്ഞു, നടു തിരുമ്മി തരുമെന്നോ. ഞാൻ പറഞ്ഞു അടുത്തത് 6ാമത്തെ എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നീ എഴുതണ്ട. അതിന് ചോദിച്ചാൽ അതന്നെ അങ്കളെ ഇനിയുണ്ട്. ഞാൻ പറഞ്ഞു എഴുതല്ലേ. എന്നെ അങ്കളെ, എടി ഇതിനകത്തൊരു 2-3 എൻ്റെ ഭാര്യ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ തലയെ പൊക്കി വെച്ചു. ഇത്രയൊക്കെ ചെയ്താൽ പോരെ? അല്ല പോരെ, എനിക്കറിയാം. കാല് തിരുമ്മി തരും, കുഴമ്പ് തൂത്ത് തരും, തുണി കഴുകിത്തരും. ഇത്രയൊക്കെ ചെയ്തിട്ടും അവന് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഉള്ള നന്മ കാണത്തില്ല. നന്മ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ എന്തെല്ലാം നന്മയുണ്ട്. ആ നന്മകൾ കാണണം. നമ്മുടെ സഭയും നന്മ കാണണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നന്മ കാണണം. അപ്പോൾ അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങണം. സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ തമ്പുരാനൊരു കാര്യം ചെയ്യും, കുറവുകളെ പരിഹരിക്കുന്ന ദൈവകൃപയിലാവരും. ഉള്ളതിന് സ്തോത്രം ചെയ്യണം. എല്ലാവരും എന്തുണ്ടെന്ന് ഓർത്തേ. വലിയ ആരോഗ്യപ്രശ്നം കാര്യമായി ഇല്ലാത്തവരെല്ലാം സ്തോത്രം ചെയ്തേ. ചെറിയ ഡയബറ്റിക്കോ പ്രയാസങ്ങളൊക്കെയാണ്, വലിയ കാര്യമായ പ്രയാസമൊന്നും ഇല്ല എനിക്ക്. ചെറിയ രോഗം, എന്നാലും വണ്ടി ഓടുന്നുണ്ടെന്നുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്തേ. നമ്മളെന്നാ കര ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തേ. സ്തോത്രം ചെയ്തില്ല. വണ്ടി ഓടുന്നുണ്ടല്ലോ, ഇടിച്ച് തിന്നില്ലല്ലോ. സ്തോത്രം ചെയ്ത് സ്തുതിച്ചേ. ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്തേ. സ്തുതി വീരട്ടെ. ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്തേ. സ്തോത്രം ചെയ്യ്, സ്തോത്രം ചെയ്യ്. എല്ലാവരും സ്തുതിച്ചേ. സ്തുതിച്ച് സ്തോത്രം ചെയ്തേ. ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് എന്തെല്ലാം പ്രയാസം ഉണ്ടായെങ്കിലും തമ്പുരാൻ നടത്തിയ വഴികൾക്കായി സ്തോത്രം ചെയ്ത
മരണകരമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയെങ്കിലോ ഇറങ്ങി വന്ന് വിടുവിച്ചതിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ചെറിയ നടുവേദനയൊക്കെ ഉണ്ടെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ കൃപ കിട്ടുന്നതിനായി സ്തോത്രം ചെയ്താട്ട്. ചെറിയ പുളപ്പും തരിപ്പും ഒക്കെ ഉണ്ടെങ്കിലോ ദൈവം നടത്തുന്നതിനായി സ്തോത്രം ചെയ്താട്ട്. ലഭിച്ച ആരോഗ്യത്തിന് ഇരുകരങ്ങളും ശിരസിന്റെ മുകളിൽ ഉയർത്തി അല്പസമയം ചേർത്തടിച്ച് ദൈവത്തിന് നന്ദി പറ. ദൈവത്തിന് നന്ദി പറഞ്ഞേ, സ്തുതിച്ച് നന്ദി പറഞ്ഞേ. ഇത്രത്തോളം ആരോഗ്യം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ആയുസ് തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. എൻ്റെ ബലമായ ദൈവത്തിന് ഘോഷിക്കണം. യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടണം. തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം ചെയ്യണം. അമാവാസിയിലും നമ്മുടെ ദൈവത്തിൻ്റെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമൂതണം. എത്രയോ ചെറുപ്പക്കാർ ബെഡ്റിഡൻ, എത്രയോ ചെറുപ്പക്കാർ ആരോഗ്യ പ്രശ്നങ്ങളാൽ കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യം തന്നല്ലോ. സ്തുതിക്കുക, നന്ദി പറയുക. ചില രോഗങ്ങൾ വന്നു, സ്കാൻ ചെയ്തു, ബയോപ്സി എടുത്തു, പേടിച്ചില്ലേ? നോർമൽ റിസൾട്ട് കിട്ടിയില്ലേ? ഇവിടെ വന്നിരുന്ന് ആരാധിക്കാൻ ഒത്തില്ലേ? സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അതനം ഋഗജം രപനം ശകനം ദിഗനം ദഗനം ധാരം ധേരം 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 ഋഗജം അവർക്ക് ധാരം ശകനം ദിഗനം രഗജം രഗജം പുറപുറുക്കാതെ നന്ദി പറഞ്ഞേ. നന്ദിയുള്ള ഹൃദയം, എ ഹാർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി 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 നന്ദി. അംദരഗജ ശകന ദിഗന രഗല രിഗജ രബന ഖതന രിഗല രഗജ ഹംദരേവ ഹത്തരാജ. നന്ദി നന്ദി യേശുവേ, നന്ദി. ആരോഗ്യത്തിനായി നന്ദി, ആരോഗ്യത്തിനായി നന്ദി, ആരോഗ്യത്തിനായി നന്ദി, ആയുസ്സിനായി നന്ദി, ഇതുവരെ നടത്തിയനായി നന്ദി. വളരെ ഗൗരവമായിട്ട് ഓർക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാകരുത്? പിറുപിറുപ്പുണ്ടാകും. ചിലപ്പോൾ ഈ കല്യാണം കഴിച്ച് കഴിയുമ്പം പിറുപിറുക്കുന്നവരുണ്ട്. അയ്യോ അവളല്ലായിരുന്നെങ്കിൽ, ഇവനായിരുന്നെങ്കിൽ എന്തോ ആയിരുന്നേനെ. എന്തോ ആകാനാ? കെട്ടി നോക്കണം, അപ്പോൾ അറിയാം എന്തോ ആയിരുന്നേനെ. എൻ്റെ ഭാര്യ വളരെ ഇൻട്രോവേർട്ടാണ്. അവളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുമ്പിലോട്ട് പോകുമ്പോൾ അന്നേരം പെട്ടപ്പെടാന്ന് ചങ്കടിക്കും. ബാക്കിയെല്ലാം ചെയ്തോളൂ. പക്ഷെ എനിക്ക് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. എൻ്റെ ഉള്ള കാര്യം പറയാം. എൻ്റെ അമ്മ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്നു. വഴിയെ പോകുന്നവരെ വിളിച്ചു നിർത്തി വർത്തമാനം പറയും. അതായിരുന്നു അമ്മ. എന്തോ ഉണ്ട്, നല്ല പരിചയം, അത്രയൊക്കെ മതി. ഞാൻ ചോദിച്ചിട്ട് എവിടെ പരിചയം? ഒന്നുമില്ലടാ, പിന്നെ എന്തോ പറഞ്ഞാൽ വർത്തമാനം പറയുന്നേ. ആ ടൈപ്പ് സാധനമായിരുന്നു. അതൊരു ഒരു ബോഡി ലാംഗ്വേജാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നീളം കുറഞ്ഞ് ഈ ഉണ്ട ടൈപ്പ് കണ്ടിട്ടുണ്ടോ? ഈ പഴയ ക്യാമ്പലിൻ്റെ മഷിക്കുറ്റി അവരെല്ലാം ഇങ്ങനത്തവരായിരിക്കും ഭൂരിപക്ഷം. എന്നെ ഉണ്ടക്കളേ ഈ കണ്ടിട്ടുണ്ടോ? അതേസമയം മെല്ലിച്ച് നീണ്ട ആൾക്കാർ ഇൻട്രോവേർട്ട് ടൈപ്പൊക്കെ ആയിരിക്കും. ഈ അമ്മച്ചിമാരുണ്ടല്ലോ അങ്ങനത്തെ, കണ്ടിട്ടില്ലേ? അവരെല്ലാം വർത്താനം പറയുമ്പോൾ മക്കളേ എന്നൊക്കെ വിളിക്കും. ആ ടൈപ്പായിരുന്നു എൻ്റെ ഭാര്യ. അധികം അപ്പോൾ എനിക്കത് ഭയങ്കര അസ്വസ്ഥതയായി. കല്യാണം കഴിച്ച നാളിൽ മാറിയത് എങ്ങനെയാണെന്നറിയാമോ? ഒരു അനുഭവത്തിൽ കൂടെ. എൻ്റെ നാട്ടിലൊരു പയ്യൻ, എൻ്റെ ജൂനിയറായിട്ടൊക്കെ പഠിച്ച ഒരു പയ്യൻ കല്യാണം കഴിച്ചു. സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സൗന്ദര്യമുള്ളൊരു പെണ്ണ് കുറവാണ്. സിനിമാ നടി പോലിരിക്കും. ഇവനാണെ ഒരു ടൈപ്പ് സാധനം. അവനൊരു സുന്ദരി പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പം ഞാനും വേറൊരാളും കൂടെ ഒക്കെ നിൽക്കുമ്പോൾ ഇവളിങ്ങനെ ബൈക്കിൽ പോകുന്നു. ഇവർ രണ്ടും കൂടെ മനസ്സിലൊരു വല്ലാത്ത ആളല്ല. ഈ സുന്ദരിയെ കിട്ടിയല്ല, എവിടെ നിന്ന് കിട്ടി? എന്തോ സൗന്ദര്യം. മനുഷ്യരല്ലേ, ഇവൻ ഭാഗ്യവാനല്ലേ. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ തപ്പി വന്നിട്ട് പറഞ്ഞു, എടാ ഫ്രണ്ട്സേ, എനിക്കൊരു ഉപകാരം ചെയ്യുക. എന്നടാ? ഭാഗ്യവാൻ എവിടെ നിന്ന് കിട്ടിയടാ? ആരാടാ ആലോചിച്ചത്? എവിടാ അതിൻ്റെ വീട്? നീ ചുമ്മാരി ഭാഗ്യവാൻ, വായെടുത്ത ചീത്തയല്ലാതെ ഒന്നും വിളിക്കില്ല. നീ എൻ്റെ വീട്ടിൽ വരെ വരണേ. ഞാനൊരു സന്ധ്യയ്ക്ക് അവിടെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ അകത്ത് പൂരപ്പാട്ട് നടക്കുക. ഇത്രയും പ്രാസം ഒപ്പിച്ചൊരു സ്ത്രീ ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അനർഗള പ്രവാഹം എന്നൊക്കെ പറയത്തില്ല, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ. അന്ന് ഞാൻ എൻ്റെ ഭാര്യ ഓർത്ത് സ്വോത്രം ചെയ്യാൻ തുടങ്ങി. അധികം മിണ്ടിയില്ലെങ്കിലും ചീത്ത ഇന്ന് വരെ ഒരക്ഷരം ചീത്ത വിളിക്കത്തില്ല. ചീത്ത വിളിക്കുന്ന ഭാര്യ വേണോ? വേണ്ട. അങ്ങേരെന്തൊരു മനുഷ്യനാ. അങ്ങേരായതുകൊണ്ടാണ് രാവിലെ വൈകിട്ടും യോഗത്തിന് വിട്ടത്.
വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ 1 മണിയാകുമ്പോൾ അവിടെ ചെന്നില്ലായിരുന്നു ഇടി കിട്ടിയത്. അപ്പോൾ അങ്ങേരും വലിയ ആത്മീയനൊന്നും ചെല്ല പറയും, എൻ്റെ ഭർത്താവ് പാസ്റ്ററെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആത്മീയത്തിലല്ല, ഒരു കുഴപ്പമില്ല, അതുകൊണ്ടാണ് നിങ്ങളിവിടെ യോഗത്തിന് വന്നിരിക്കുന്നത്. അയാളോട് ചോദിച്ചാൽ പറയും, ഞാൻ വലിയ പ്രാർത്ഥന വന്നില്ല, അവളെ അങ്ങ് വിട്ടേക്കുക, അവൾ പ്രാർത്ഥിച്ചോളാം, ഇവിടെ വന്നിരിക്കുന്നില്ലേ. അതോർത്ത് ദൈവത്തിന് എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. അപ്പം നമുക്ക് ലഭിച്ചതിനെല്ലാം എന്ത് പറയണം? സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്തേ ജീവിത പങ്കാളിക്ക് എപ്പോഴും എന്ത് ചെയ്തോണം? സ്തോത്രം ചെയ്യണം. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ ഓർത്ത് സ്തോത്രം ചെയ്തോടെ. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ ഓർത്ത് സ്തോത്രം ചെയ്തോണം. ഒരു കാരണവശാലും അവർ പോയിട്ട് നമ്മൾ ഇരിക്കരുത്. പ്രാർത്ഥിച്ചോണേ. വലിയ മൂച്ച് പറയും, നീ പോയാൽ ഞാൻ കെട്ടുവന്ന്. കെട്ടിയവരോടൊക്കെ ചോദിക്കണം. അവൾ പോയാൽ രാവിലെ നിങ്ങൾ എന്തോ ചെയ്യും? എല്ലാം ഇവിടെ പോയി തപ്പിയെടുക്കും. നമ്മൾ പലതും തപ്പിയാലും കിട്ടത്തില്ല. ഇവരോട് ചോദിച്ചാൽ താണ്ട് മനുഷ്യാന്നും പറഞ്ഞുകൊണ്ട് എടുത്തുണ്ട്. അപ്പം അതുകൊണ്ട് ഇവർ പോകാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിച്ചോണം. സത്യമല്ലേ? ഇവർ പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ ബലം ഇവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ അത് പറഞ്ഞാൽ അവരിപ്പം ചാകത്തില്ല. ഇടി നീ ഉള്ളതുകൊണ്ടടി ഞാൻ ജീവിക്കുന്നേ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാം. അവർ രാവിലെ തൊട്ട് എക്സസൈസൊക്കെ ചെയ്ത് മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ച് ജീവിച്ചിരിക്കും. അല്ലേ അവർ പറയും എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറയാം. അപ്പോൾ അവരാണ്, നിങ്ങളാണ് ബലം. അപ്പം നമ്മളെല്ലാവരും പരസ്പരം നന്ദി പറഞ്ഞ് ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞ് ലഭിച്ച കുടുംബത്തിന് നന്ദി പറയണം. ജീവിത പങ്കാളിക്ക് നന്ദി പറയണം. എപ്പോഴും നന്ദി പറയണം. കാരണം കർത്താവ് നമുക്ക് അറിഞ്ഞ് തരുന്നതാണ്. നമ്മൾ ഇന്ന് എന്താണെന്നല്ല ദൈവം ഓർക്കുന്നത്, നാളെ എന്താകുമെന്നാണ് ദൈവം ഓർക്കുന്നത്. ഇന്ന് എന്താകുമെന്നല്ല ദൈവം ഓർക്കുക, നാളെ എന്താകുമെന്നറിഞ്ഞ് തമ്പുരാൻ നമ്മളെ കൂട്ടിച്ചേർത്ത എല്ലാ ജീവിത പങ്കാളികൾക്കായും കർത്താവിന് നന്ദി പറഞ്ഞേ എല്ലാവരും നന്ദി പറഞ്ഞേ. കാക്കണമെന്നൊന്നുമല്ല, എൻ്റെ ഭാര്യയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ സഹോദരിമാരും വിവാഹിതർ തങ്ങളുടെ ഭർത്താക്കന്മാർക്കായി സ്തോത്രം ചെയ്തേ. നമ്മുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്തേ. നമ്മുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്തേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്തേ. ദൈവമേ അവരെ തന്നല്ലോ, നന്ദി. സ്തോത്രം പറഞ്ഞാൽ അവരുടെ കുറവുകളെ ദൈവം പരിഹരിക്കും. അവിടെ കുറവ് ഒരു നന്മകൾ എല്ലാവർക്കും ഉണ്ട്. ആ നന്മകളെ കണ്ട് ദൈവം പ്രവർത്തിച്ചോളും. ദൈവം എപ്പോഴും നമ്മളെ കാത്തത് നമ്മുടെ ഗുണങ്ങൾ കണ്ടല്ല, ഏതെങ്കിലും ഒരു നന്മ കണ്ടെത്തി അതിലാണ് തമ്പുരാൻ വർക്ക് ചെയ്തത്. തമ്പുരാൻ വർക്ക് ചെയ്യാൻ നമ്മളൊരു നന്മ കണ്ടെത്തിയിട്ട് ആ നന്മ വെച്ച് നമ്മളെ വെട്ടിക്കളയാതെ നിർത്തിയെങ്കിൽ നമ്മളും ദൈവസന്നിധി നന്ദിയുള്ളവരായി സ്തുതിച്ചാൽ എല്ലാവരും സ്തുതിച്ചേ, പിറുപിറുക്കോതെ സ്തുതിച്ചേ. ഇത് നാം അറിയാതെ പോകരുത്. ഏത്? ഇത് നാം അറിയാതെ പോകരുത്. ഏത്? ഇത് നാം അറിയാതെ പോകരുത്. അവർക്ക് ഭവിച്ചത് നമുക്ക് ഭവിക്കാതിരിക്കാൻ എല്ലാ പിറുപിറുപ്പിൻ്റെ ദുഷ്ടാത്മാവും യേശുവിൻ്റെ നാമത്തെ വിട്ടുപോകട്ടെ. എല്ലാ അതൃപ്തിയുടെ ദുഷ്ടാത്മാവും വിട്ടുപോകട്ടെ. കുടുംബതലത്തിൽ ഒരു കാര്യമില്ലാതെ വ്യാപരിക്കുന്ന യു സ്പിരിറ്റ് ഓഫ് ഡിസ്കണ്ടൻമെൻറ്റ്, യു സ്പിരിറ്റ് ഓഫ് ഡിസ്കണ്ടൻമെൻറ്റ്, യു സ്പിരിറ്റ് ഓഫ് ഡിസ്കണ്ടൻമെൻറ്റ്, we rebuke you in the name of Jesus. Let it flee right now in the name of Jesus. You spirit of discontentment, അതൃപ്തിയുടെ ദുരാത്മാവ്, അതൃപ്തിയുടെ ദുഷ്ടാത്മാവ് വിട്ടുപോയിട്ട് നന്ദിയുടെ ഹൃദയം, നന്ദിയുടെ ഹൃദയം സ്തോത്രം ചെയ്ത് സ്തുതിച്ച്. നന്ദിയുടെ ഹൃദയം, നന്ദിയുള്ള ഹൃദയം. ദൈവമേ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ, ലഭിച്ച ആരോഗ്യത്തിന് നന്ദി, ലഭിച്ച ആയുസ്സിന് നന്ദി, ലഭിച്ച ദിവസത്തിന് നന്ദി, ലഭിച്ച സമ്പത്തിന് നന്ദി, ലഭിച്ച ജോലിക്ക് നന്ദി, ലഭിച്ച ജീവിത പങ്കാളിക്ക് നന്ദി, ലഭിച്ച ഭർത്താവിന് നന്ദി, ഭാര്യയ്ക്ക് നന്ദി, ലഭിച്ച കുഞ്ഞുങ്ങൾക്ക് നന്ദി, കർത്താവെ പേരൻസിന് നന്ദി, സഭയ്ക്ക് നന്ദി, കർത്തദാസന് നന്ദി. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് അടകന പരകന ശമന നന്ദി പറഞ്ഞ് സ്തുതിച്ചേ. നിങ്ങൾക്ക് എന്തുണ്ടോ അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. എന്തില്ലെന്ന് ചിന്തിക്കരുത്. അത് എന്തില്ലെന്നോർത്ത് നിരാശപ്പെടാതെ എന്തുണ്ടെന്നോർത്ത് നന്ദി പറഞ്ഞാൽ നിങ്ങളുടെ ഇല്ലവല്ലായ്മകളുടെ മേൽ ദൈവപ്രവൃത്തി അയക്കും. നിങ്ങളുടെ ഇല്ലവല്ലായ്മകളുടെ മേൽ ദൈവത്തെ പ്രവൃത്തി വെളിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടുകാരി പരമായി നടത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലു. കുപ്പയെന്ന് ഉയർത്തി ഇവിടം വരെ കൊണ്ടുവന്നോർത്ത് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെറുപെറുക്കരുത്. ഇത് നാം അറിയാതെ ഇരിക്കരുത്. ഇത് നാം അറിയരുത്, അറിയാതെ പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വി ഹാവ് ടു ബി അവെയർ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതിനെക്കുറിച്ച് നാം അറിയണം. ഒന്ന്, വിഗ്രഹാരാധികൾ ആരകത്. രണ്ട്,
മറയ്ക്കാനൊന്നുമില്ലാത്തവരാ ജീവിക്കണം. പരീക്ഷിക്കരുത്, ലിമിറ്റ് ചെയ്യരുത്. അടുത്തത്, ദൈവത്തെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ദൈവത്തെ പരീക്ഷിക്കരുത്, പിറുപിറുക്കരുത്. നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് നാം എന്ത് ചെയ്യാതിരിക്കരുത്? അറിയാതിരിക്കുക. 2, വേഗത്തിൽ പോകാം. ഇത് നാം അറിയാതിരിക്കരുത്. റോമർക്കെഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 25, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കുക. അതിൻ്റെ താഴെ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്നുള്ള എസ്കറ്റോളജിക്കൽ വിഷയങ്ങളാണ് കാണുക. എന്നാൽ അതിൻ്റെ മുകളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം വായിക്കും, എപ്പോഴും മുകളിലും താഴെയുമുള്ളത് വായിക്കണം. മുകളിൽ നിങ്ങൾ ഇത് അറിയാതിരിക്കരുത്. എന്താണ് അറിയാതിരിക്കരുത്? നോക്കൂ, കൊമ്പുകൾ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായിരുന്ന നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നു. കാട്ടൊലിവായിരുന്ന നമ്മെ എന്തിനോട് ഒട്ടിച്ചു? സാധാരണ ബഡ്ഡിങ് പ്രിൻസിപ്പിൾ എന്താ? നല്ല ബഡ് എടുത്തിട്ട് മോശത്തിനോട് ചേർക്കുമ്പം മോശമുള്ളത് എന്തായിട്ട് മാറും? നല്ലതായിട്ട് മാറും. പക്ഷേ ഈ ബഡ്ഡിങ് പ്രിൻസിപ്പിൾ ഇവിടെ തെറ്റുകയാണ്. കാട്ടൊലിവ് എടുത്തിട്ട് എവിടെ ഒട്ടിച്ചു? നാട്ടൊലിവ് ഒട്ടിച്ചു. ആ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ മാറ്റിയിട്ട് നമ്മെ കാട്ടൊലിവായിരുന്ന നമ്മെ എന്തിനോട് ഒട്ടിച്ചു? നാട്ടൊലിവനോട് ഒട്ടിച്ചു. എന്നിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. അടുത്തത് 19-ാം വാക്യം, ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒട്ടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. അടുത്തൊരു വാക്ക് ഗൗരവമായി ഓർക്കണം. എന്ത് ചെയ്യണം? ഞെളിയാതെ ഭയപ്പെടണം. ആകയാൽ സ്വാഭാവിക കമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാം. ആകയാൽ ദൈവത്തിൻ്റെ ദൈവവും കണ്ണിതം കാണുക. വീണവരെ ദൈവത്തിൻ്റെ കണ്ണിതവും നിന്നിലോ നീ ദയയും നിലനിന്നാൻ അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്താൽ നിലനിൽക്കാൻ ഞാൻ അവരെ കൂടെ ഒട്ടിക്കും. അതുകൊണ്ട് ബുദ്ധിമാന്മാരെന്ന് തോന്നാതിരിക്കേണ്ടതിന് ഈ രഹസ്യം എന്ത് ചെയ്യാതിരിക്കരുത്? അറിയാതിരിക്കരുത്. കാട്ടൊലിവായിരുന്ന നമ്മെ ദൈവം എന്തിനോട് ഒട്ടിച്ചു? നാട്ടൊലിവിനോട് ഒട്ടിച്ചു. ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ 1000 സ്തോത്രം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വീടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ, ഞങ്ങളുടെ ആ വീടിൻ്റെ തൊട്ട് മുമ്പിലത്തെ 1-2 വീടുകളുണ്ട്. മൊത്തം ഫാമിലികളാണ്. അവർ പക്ഷേ വലിയ വലിയ പെന്തക്കോസ്ത് അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും 5 മണിക്ക് കുടുംബ പ്രാർത്ഥന, വൈകിട്ട് 7-7:30 ആകുമ്പോഴത്തേന് എല്ലാവരും ഇരുന്ന് പാട്ടുപാടി 1/4 മണിക്കൂർ പ്രാർത്ഥിക്കും. ആ സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഭയങ്കര മദ്യത്തിൻ്റെ ബഹളങ്ങളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കർത്താവ് അവിടെ ഒരു സഭയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുക്കിയപ്പോൾ എൻ്റെ വീടിനെയൊക്കെയാണ് തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ വീട് അപ്പൻ്റെ ചേട്ടനൊക്കെ കുടിച്ച് വരുമ്പോൾ സന്ധ്യയ്ക്ക് അത് തൊഴിച്ച് തുറക്കാതിരിക്കാൻ 4 പാളി കതക് 2-3 ചങ്ങലയിട്ട് പൂട്ടി എല്ലാവരും നേരത്തെ അകത്ത് കയറുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അത്ര ഭയാനകമായ ബാല്യകാലം. പക്ഷേ തമ്പുരാൻ തന്ന് തിരഞ്ഞെടുത്തപ്പോൾ എന്നും രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയുള്ളവരെ അല്ല എടുത്തത്, കാട്ടൊലിവായിരുന്ന നമ്മെ എടുത്തു. എന്നിട്ട് നാട്ടൊലിവോട് ഒട്ടിച്ചു. ഒറ്റ കാര്യം അതുകൊണ്ട് ഓർത്തോണം, ഞെളിയാതെ ഭയപ്പെടണം. ഈ രഹസ്യം നാം എന്ത് ചെയ്യാതിരിക്കരുത്? അറിയാതിരിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞെളിയാതെ ഭയപ്പെടണം. ഞെളിയാതെ ഭയപ്പെടണം. ഇതറിയാതെ പോകരുത്. അറിയാതെ പോകരുത്. അറിയാതെ പോകരുത്. ഞാൻ പലതിലും ഞെളിഞ്ഞവർക്കുണ്ടാകുന്ന ഭയങ്കരമായിട്ട് പൈസ ഉള്ളവർ തകർന്ന് തരിപ്പണമായിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണാലെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആരോഗ്യമുള്ളവർ ക്ഷീണിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. നല്ല സൗന്ദര്യമൊക്കെ ഇങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് വൈറ്റ് പാച്ചസ് ഒക്കെ വന്നിട്ട്, സ്കിൻ ഡിസീസൊക്കെ വന്നിട്ട് സൗന്ദര്യം പോകുന്ന കണ്ടിട്ടുണ്ട്. വലിയ ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്നവർ അതിൽ നെകളിച്ചപ്പോൾ എവിടെയോ താഴെ പോകുന്ന കണ്ടിട്ടുണ്ട്. ക്ഷമിക്കണേ പറയുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ ഈ ചെല്ലയൊക്കെ ഫോണൊക്കെ വിളിച്ച ദൈവദാസനെ പ്രൈസ് ദ ലോർഡ് നമ്മളങ്ങ് ഞെട്ടിപ്പോവും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബാങ്കിൽ ഇരിക്കുക, അവിടെ വലിയൊരു പാസ്റ്റർ വന്നു. അപ്പോൾ ഈ സുഹൃത്താണ് മാനേജർ. അദ്ദേഹം ഒരു പട്ടരാ. അദ്ദേഹം ഇവനോട് പറഞ്ഞു, എടാ നിങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു പാസ്റ്റർ, അദ്ദേഹം ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നൊരു സഹോദരൻ, നീ ഒന്ന് ചെന്ന് പരിചയപ്പെടാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ദൈവദാസനെ പ്രൈസ് ദ ലോർഡ്. അദ്ദേഹം പിന്നെ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്.
അപ്പോൾ ഇവൻ പെട്ടെന്ന് പറഞ്ഞു, അച്ചായ ഒറിജിനൽ സൗണ്ടിലൊരു പ്രൈസ് ദി ലോർഡ് പറയാൻ ചോദിച്ചു. ഓർക്കാപ്പുറത്തല്ലേ പുള്ളി പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ഈ ആർട്ടിഫിഷ്യൽ സ്കേഴ്സ് ഒരു ഡിമാൻഡൊക്കെ ഉണ്ടാക്കുന്നത് പലരുമില്ല. നിന്നെങ്കിൽ ദയ. എനിക്ക് ഭയങ്കര പേടിയായി ഇതൊക്കെ പറയാൻ. നിന്നതല്ല തമ്പുരാൻ താത്തേത്. അതാണ് അതിൻ്റെ ശരിയെങ്കിൽ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. ആരോഗ്യത്തിനൊട്ടും അഹങ്കരിക്കരുത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ഞാൻ എപ്പോഴും ഓർക്കും. അവനൊരു ഹിന്ദു സഹോദരനായിരുന്നു. പക്ഷേ ഈ മതമൊന്നൊക്കെ നമ്മളുണ്ടാക്കുന്നതല്ലേ, മതത്തിനൊക്കെ അപ്പുറത്ത് ഒത്തിരി ബന്ധങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഞാൻ അവന് കൂടപ്പുറപ്പായിരുന്നു. അവൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒന്നിയിൽ അവൻ 2 പൊതി, അല്ലെ അവൻ്റെ അമ്മ വലിയ പൊതി കൊണ്ടുവരും. ആ വലിയ പൊതിക്കകത്ത് മീനും സമ്മന്തിയും മെഴുക്കോട്ടിയും മുട്ട പൊരിച്ചതും. അപ്പോൾ ഇവനിങ്ങനെ കൊണ്ട തുറക്കുമ്പോൾ ആരെങ്കിലും എന്നിട്ടിങ്ങനെ പങ്കുവെച്ച് ഞങ്ങൾ 2 കൂടെ കഴിക്കുന്നത്. ഒന്ന് ഞാൻ കൊണ്ടുവരും, അല്ലെ അവൻ കൊണ്ടുവരും. ഭയങ്കര സുഖമാണ് ഈ ഇലപ്പൊതിക്കകത്ത് നിന്ന് ഇങ്ങനെ തപ്പിയെടുത്തിരിക്കാൻ. അപ്പോൾ ചിലപ്പോൾ നല്ല കരിമീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോയിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ചെയ്യായിരുന്നു. പെട്ടെന്ന് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് അവൻ തുപ്പി വെക്കും, തോടായിരിക്കും. നമ്മളെന്ത് ചെയ്യും, അതിലും എടുക്കും. അതിൻ്റെ പുറത്തെ തൊലി തൂത്ത് കളഞ്ഞിട്ട് എടുത്ത് കഴിക്കും. എന്നാലും സൈഡില്ല ആ മെഴുക്കോട്ടി ഇങ്ങോട്ട് എടുത്തി. ഇവൻ എനിക്ക് 2 പൊതിയായിട്ട് വരും, അല്ലെ വലിയ ഒരു പൊതി അമ്മ കൊടുത്ത് വിടുന്നു. അതിങ്ങനെ ഇട്ട് കഴിച്ച് എന്നെ ഒരു സ്നേഹം. ഞാൻ സെമിനാരിൽ പോയപ്പോൾ ഇവൻ എൻ്റെ കൂടെ പകുതി വഴി വരെ വന്നു. പാലക്കാടിനപ്പുറം വരെ വന്നിട്ട് അവൻ തിരിച്ചു പോയി. അത്ര ജീവനായിരുന്നു എന്നെ. എന്നും കത്തയക്കും. അന്ന് ഫോണില്ല, കത്തയക്കും. ഞാൻ ഡിസംബറിൽ വരുമ്പോൾ 5-8 മാസം കഴിഞ്ഞ് വരുമ്പോൾ അവൻ എനിക്ക് കത്തയച്ചടാ, ഞാൻ കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിൻ്റെ അവിടെ വന്നിക്കും, ഇന്ന ദിവസം നീ അവിടെ വരണം, വന്നേക്കാടാ. ഞാൻ അവിടെ പോയിട്ട് അവനെ കാത്തിരിക്കുമ്പോൾ അവൻ ദൂരെ നിന്ന് വരിക. ഇവനെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. അടുത്ത് വന്നപ്പോഴാണ് ഇവനെന്നെ അവറാച്ചാന്നാണ് വിളിക്കുക. എൻ്റെ ഒഫീഷ്യൽ നെയിം ഏബ്രാന്ന്. അവറാനെ ഞാൻ നോക്കിയപ്പോൾ ഇവനെ, എടാ നിനക്കെന്തോ പറ്റിയടാ? ഡയബറ്റിക്കാടാ. പെട്ടെന്നായിരുന്നു, മെല്ലിച്ച് ഉണങ്ങി. അന്ന് ഒത്തിരി നേരം വർത്താനം പറഞ്ഞു. അടുത്ത ഒരു അവധിക്ക് ഞാൻ ചെല്ലുമ്പോൾ അവൻ മെഡിക്കൽ കോളേജിൽ കിടക്കുക, സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത്. ഞാൻ അവൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഇവൻ്റെ കയ്യെ കയറി പിടിച്ചു. അവറാനെ നമ്മൾ കൂട്ടല്ലായിരുന്നോടാ, നീ അറിഞ്ഞോ ഇന്നാരുടെ കാര്യം? ഞാൻ അവനെന്ത് പറ്റി? അവൻ ലുക്കീമിയായിരുന്നു, അവൻ മരിച്ചുപോയി. അവറാനെ അവൻ പോയടാ. അവറാനെ ഞാൻ കിടക്കുന്ന കണ്ടോടാ. അടുത്ത വാക്ക് അവൻ പറഞ്ഞു, ഇനി നീയേ ഉള്ളടാ. എൻ്റെ അകത്തൊരു ഇടുത്തി വെട്ടിപ്പോയി, ഞാനേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നാക്ക് കാണിച്ചേ, പറയല്ല ആരോടും, പേടിയായി. നീയോ ഉള്ളടാ. അവൻ പറഞ്ഞടാ നിനക്കൊന്നും പറ്റത്തില്ലടാ. പക്ഷെ എൻ്റെ പൊന്നോമന സുഹൃത്ത് ഒരു 3-4 വർഷത്തെ ഡയബറ്റിക്കിനകത്ത് അവനെ നോക്കിയത് മെഡിക്കൽ കോളേജിലെ ഏറ്റവും നല്ല ഡയബറ്റോളജിസ്റ്റാണ്. എന്നിട്ടും അവൻ മരിച്ചു. മരണത്തിൻ്റെ തലേ രാത്രി അവൻ അമ്മയോട് പറഞ്ഞു, അവറാം വരാതെ അടക്കരുത്, അവറാം വരണം. ഞാനന്നേരം കോഴിക്കോട്ടാ. ഞാൻ ഓടിപ്പിടിച്ച് അവിടെ ചെല്ലുമ്പോൾ ഓടി എടുക്കാറായി അവരുടെ സമയം. ഞാൻ എൻ്റെ സുഹൃത്തിനെ അവസാനം കണ്ടു. അവരെടുത്തുകൊണ്ട് ചെതയിലോട്ട് പോയപ്പോൾ ആരോ പറയുന്നു, അവറാൻ എന്തിയേ, അവറാൻ എന്തിയേ പാസ്റ്റർ? എന്താ കാര്യം? പിടിച്ചേ തലയ്ക്ക്. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയും പിടിക്കണം. ഞാനിവിടെ പിടിച്ചുകൊണ്ട് ചെതക്കി ചുറ്റും കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 10, 15, 20 വർഷമായിട്ടൊക്കെ ഇന്നും ചാകാതെ നിൽക്കുന്നത് മരുന്നിൻ്റെ കൂട് കൊണ്ടൊന്നുമല്ല, എക്സസൈസിൻ്റെ കൂട് കൊണ്ടൊന്നുമല്ല, ഡയറ്റിൻ്റെ കൂട് കൊണ്ടൊന്നുമല്ല, തമ്പുരാൻ്റെ കൃപ കൊണ്ടാ. ഒന്നിലും ഞെളിയരുത്. ഈ രഹസ്യം അറിയാതിരിക്കരുത്. ഞെളിയരുതെന്നുള്ള രഹസ്യം, അഹങ്കരിക്കരുതൊരു രഹസ്യം. ഒരു വാക്കിപ്പോലും അഹങ്കാരം വരല്ലേ. നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ, എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല. ആരാ നമ്മൾ? ചിലക്ക് ചെറിയ പ്രശ്നം, ആത്മീയർ പോലും പറയുന്നുണ്ട് എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാനിത് ഒരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക വിദേശത്താണ്. അപ്പോൾ ഒരു വലിയൊരു ആഡംബര കാറയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടു, പെൻസുവാസേ ഞാനൊരു ദൈവദാസൻ്റെ മോനാ, ഞാൻ പൊതുവെ ആർക്കും പിടിയൊന്നും കൊടുക്കത്തില്ല, പക്ഷേ എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഒരു സന്തോഷം. നീ എൻ്റെ വണ്ടി കയറി, എനിക്ക് കുറച്ച് കഥ പറയണം. നീ എവിടെയെങ്കിലുമൊക്കെ പോയി പറഞ്ഞു. എന്നെ കൂട്ടിക്കൊണ്ട് കഥ പറയാൻ പോയി. അങ്ങ് കൊണ്ടുപോയി കുറേ നേരം യാത്ര ചെയ്തു. ഒത്തിരി കഥകൾ പറഞ്ഞു. ഒരു കഥ, അപ്പനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പുറകിലൊരു അച്ചായൻ, അവിടുത്തെ ഏറ്റവും പ്രമാണി, എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഏതാണ്ട് ഒച്ച വെച്ചപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു, സഹോദരാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് പറയാം, തൽക്കാലം അവിടെ ഇരിക്കൂ. കർശനമായി ഞാൻ പറയുന്നു, സഹോദരൻ അവിടെ ഇരുന്നാട്ട്. ആഹാ, മൈക്കിൽ കൂടെ പറയാറായോ?
ഓടിപ്പോയിട്ട് ഇയാൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവുക. അച്ചായൻ പറഞ്ഞു, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യല്ലേ മോനെ, അപകടമാ, ഓഫ് ചെയ്യല്ലേ, ഓഫ് ചെയ്യല്ലേ. എവിടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വണ്ടി എടുത്ത് ഒരൊറ്റ പോക്ക് വന്ന വണ്ടി ദേഹത്തൂടെ കയറി ഇറങ്ങി. അഹങ്കാരത്തിൻ്റെ ഒരു വാക്ക്, ഒറ്റ വാക്ക് അറിയാതെ, എന്നെ അറിയാമോ, ആരാ നമ്മൾ, ഞാൻ കാണിക്കുമെന്ന്, ജീവിച്ചിരുന്നാലേ കാണിക്കാനൊക്കത്തു. കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഞെളിയരുത്. രണ്ടാമത്തെ രഹസ്യം, ഞെളിയരുത്. ഒരൊറ്റ വാക്ക് അഹങ്കാരത്തിൻ്റെ വായിൽ നിന്ന് വരാതെ പ്രാർത്ഥിച്ചേ. ഞെളിയരുത്. ഗൗരവമായി പറയട്ടെ, ഞെളിയരുത്. ഞെളിയാതെ ഭയപ്പെടണം എന്നുള്ള രഹസ്യം അറിയാതിരിക്കരുത്. കുഞ്ഞുങ്ങളെ, അപ്പൻ്റെ അമ്മയുടെ നേരെ ഒന്നും ധാർഷ്ട്യത്തോടെ പറയല്ല കേട്ടോ. ഞാൻ കാണിക്കാമെന്ന്. എന്തോ കാണിക്കുമെന്ന് ഇവളെല്ലാം പറയുന്നൊരു വാക്കാണ്, ഞാൻ കാണിക്കുമെന്ന്, ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന്. എന്തോ കാണിക്കുന്നേ പറയുന്നത്, എന്തോ കാണിക്കും, എന്തോ കാണിക്കുന്നേ പറയുന്നേ. കണ്ണടച്ച് പ്രാർത്ഥിച്ച് എളിയല്ലേ, വിനയപ്പെടണം. രാവിലെ എഴുന്നേറ്റിട്ട് കൈ മലർത്തി പ്രാർത്ഥിക്കണം. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാരില്ല. ഈ ബോധമൊക്കെ ഉള്ളവർ രാവിലെ എഴുന്നേറ്റിട്ട് കൈ മലർത്തി ആദ്യം പറയും, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം, ഓ ഇന്നലെ ഭൂവിൽ. കരങ്ങളെ മലർത്തിപ്പിടിച്ച്, കരങ്ങളെ മലർത്തിപ്പിടിച്ച്. എന്നാലോ നാമൊരു നാൾ കൂടെ പ്രിയനെ പാടി, എന്നാലോ നാമോ പ്രിയനെ. കാരണം എന്നാന്നറിയാം, കൊടുങ്കാറ്റുണ്ടി വാന വാനാദേശത്തൻ പ്രിയനെ കൊതിയോടു ഞാൻ എൻ്റെ സങ്കട കൊതിയോടു ഞാൻ ഇന്നലെ ഭൂവിൽ ഓ ഇന്നലെ എന്നാലോ നാം ഒരു നാൾ കൂടെ. ഏതെങ്കിലും ഒരു മേഖലയിൽ അഹങ്കരിച്ചിട്ടുണ്ടോ? അവിടെ അടി കിട്ടും. അത് സൗന്ദര്യമാകട്ടെ, ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, കഴിവാകട്ടെ. ചിലർക്ക് കഴിവ് ഭയങ്കര കുറ്റമാണ്. ഞാൻ എവിടെ പോയാലും പിടിച്ചു നിൽക്കും, എവിടെ പോയാലും പിടിച്ചു നിൽക്കും. എനിക്കതിനുള്ള കഴിവുണ്ട് തോന്നല. ചിലപ്പോൾ നമ്മുടെ ബുദ്ധി അഫലമായി പോവും. ഓർക്കത്തില്ല എന്തോ ചെയ്യണമെന്ന് തോന്നുമോ? ചിലർക്ക് ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യമുണ്ട്. ഒരാൾ സാക്ഷ്യം പറയാണ്, മരത്തിൽ നിന്ന് വീണ കാര്യം. സാക്ഷ്യമല്ല പറയുക, ഞാൻ ആ മരത്തിൽ നിന്ന് ഇങ്ങോട്ട് വീണ് വരുമ്പോഴാണ് ഞാൻ നോക്കിയപ്പം താഴെ ഒരു കല്ല് കിടക്കുന്നു. അപ്പോൾ എനിക്ക് പിടികിട്ടി നേരെ വന്നാൽ കല്ല് അടിക്കും. ഞാൻ കാല് മടക്കി ഒരൊറ്റ അടി തെങ്ങിനിട്ട് കൃത്യം അപ്പുറത്ത് വീടുന്ന വഴിക്ക് കാല് പൊങ്ങും. ഇനി പൊങ്ങിച്ചെങ്കിൽ തൊഴിച്ചെങ്കിൽ നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല, തമ്പുരാൻ അങ്ങ് ചെയ്യിപ്പിച്ചതാണ്. ഞാൻ ആ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ആ വണ്ടി കയറി വന്നത്. ഞാനല്ലായിരുന്നെങ്കിൽ ഇടിച്ചേനെ. ഞാനെന്തോ ചെയ്തു, ഒറ്റ വെട്ടിയിലങ്ങ് വെട്ടിച്ചു. ഞാൻ വെട്ടിച്ചു ഒന്നുമല്ല, ചിലപ്പോൾ വണ്ടി വന്നാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ.
വെട്ടിച്ചെങ്കിൽ ദൂതം കയറി പിടിച്ച് വെട്ടിച്ചതാ, നമ്മൾ വെട്ടിച്ചതൊന്നുമല്ല, ദൂതം പിടിച്ച് വെട്ടിച്ചതാണ്. അതാണ് അതിൻ്റെ സത്യം. ഞാനല്ല. നമുക്കൊന്നിലും പുകഴാനില്ലെന്നുള്ള അറിവിൽ ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവ എത്ര ഉറക്കെ പാടിക്കേ. ഓ ഇന്നലെ ഭൂവി പാർത്തിരുന്നവ എത്ര ലോകം വിട്ടുപോ, എന്നാലോ നാമോ ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. ഓ എന്നാലോ നാമോ ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. കൊടുങ്കാറ്റുണ്ടി വാനാദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ. ഓ കൊടുങ്കാറ്റുണ്ടി വാനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടം ഒന്നു തീർക്കണേ. ആയൻ പ്രിയന്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദ. ആയൻ പ്രിയന്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദ. ആയൻ പ്രിയന പുതുവാന ഭൂദാനം ചെയ്വതൻ ആനന്ദം. ആയൻ പ്രിയന അപ്പൊ രണ്ടാമത് അറിയാതിരിക്കരുതെന്നും ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞെളിയാതെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഇച്ചിരി നല്ല ഒരു കർക്കശതയോട് പറഞ്ഞിരിക്കുന്ന ഞെളിയരുത്. ഞെളിയാതെ എന്ത് ചെയ്യണം? ഇത് നാം അറിയാതെ ഇരിക്കും. കാരണം കാട്ടൊലിവായിരുന്ന നമ്മെ സ്വാഭാവിക കൊമ്പുകളെ മാറ്റിയിട്ട് അവിടെ നമ്മെ ഒട്ടിച്ചുവെങ്കിൽ വിശ്വാസത്താൽ നിൽക്കുന്നുവെന്ന് അറിഞ്ഞ് ഞെളിയാതെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഈ രഹസ്യം നാം അറിയാതിരിക്കുക. എല്ലാവരും പറഞ്ഞേ, ഞെളിയാതെ എന്ത് ചെയ്യണം? അഹങ്കരിക്കല്ലേ. ഒരു വാക്ക് പോലും ധാർഷ്ട്യത്തിൻ്റെ വരല്ലേ. ആരോടും വരല്ലേ. വിരൽ ചൂണ്ടി സംസാരിക്കല്ലേ. ഒക്കെ അപകട. വിരൽ ചൂണ്ടി സംസാരിക്കരുതേ, അപകടമാ. കാരണം നാം എല്ലാം നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ കാണുകയാണ് 1 തെസ്സലോനിക്കർക്കെല്ലാം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശ 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4:13. സഹോദരന്മാരെ, നാം പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരി. മൂന്നാമത് നാം അറിയാതിരിക്കരുത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, മരിച്ചവരെക്കുറിച്ച് എന്ത് ചെയ്യാതിരിക്കരുത്? അറിയാതിരിക്കരുത്. എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, മരിച്ചവരൊക്കെ എവിടെ പോവുക? മരിച്ചവരെവിടെ പോവുക? മരിച്ചവർക്ക് എന്താ സംഭവിക്കുക? ഇത് കൃത്യമായിട്ട് അറിയാത്തവരുണ്ട്. ചിലർ പറയുന്നു മരണത്തോടെല്ലാം തീരുന്നു. ചിലർ വിശ്വസിക്കുന്നു പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. പുനർജന്മ വിശ്വാസം പ്രിവലൻ്റായിട്ടുള്ളൊരു വിശ്വാസമാണ്. നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നില്ല? ക്രൈസ്തവ വിശ്വാസത്തിൽ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ നാം എന്ത് വിശ്വസിക്കുന്നു? പുനരുത്ഥാനത്തിൽ വിശ്വസിക്കണം. നമ്മൾ എന്തിലാണ് വിശ്വസിക്കുക? പുനരുത്ഥാനത്തിലാണ് വിശ്വസിക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യകരമായ പ്രത്യാശ. മരിച്ചവർ ഉയർക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഈ അറിവാണ് മരണത്തെ ഭയമില്ലാതാക്കി മാറ്റുന്നത്. മനുഷ്യലോകത്തിലെ ഏറ്റവും വലിയ പേടി എന്താ? മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ പേടി എന്താ? മരണം. ഇന്നലെയാണോ ഇവിടെ ദൈവദാസൻ പ്രസംഗിച്ചത്? മിനിഞ്ഞാന്ന് അച്ചായൻ പറഞ്ഞപ്പോൾ ഒരു വാക്ക് കേട്ടു.
സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞവരല്ല അച്ഛനല്ലേ പറഞ്ഞേ ആന്നോ? കൈ വെക്കാൻ പറഞ്ഞു. മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും എന്ത് ചെയ്യണ്ട, കൈ വെക്കണം. പക്ഷെ മരണം എല്ലാവർക്കും ഒരു പേടിയാണ്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ ജീവിതം അത്ര മോശമൊന്നും അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നത്. എന്നെ അങ്ങ് എടുത്തോണേന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ ജീവിതം ഒരു നല്ലതാണ്. നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ജീവിതം നല്ലതല്ലേ? അല്ലയോ? അല്ലയോ? ആണെന്നുള്ളവരൊന്ന് സ്വോത്രം ചെയ്തേ. ഈ ജീവിതം മടുക്കുമ്പോഴാണ് നമുക്ക് ചാകണമെന്നൊക്കെ തോന്നുക. പക്ഷേ ഈ ചാകണം തോന്നുന്ന ഒരു സ്പിരിറ്റ് ഇപ്പം വ്യാപരിക്കുന്നുണ്ട്. സൂയിസൈഡൽ സ്പിരിറ്റാണ്. പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് ക്യാമ്പ് ഇരുന്നപ്പം പറഞ്ഞു, പേര് പറയണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതിത്തരാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ ഒരു ഇൻഫോർമലായിട്ട് ഒരു 100 പിള്ളേരുണ്ട്, എല്ലാത്തിനും വട്ടത്തിൽ ഇരുത്തിയിട്ട് ഞാൻ ചുമ്മാ കസേര ഇരുന്ന് ചുമ്മാ വർത്താനം പറയാം. വർത്താനം പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടോ എഴുതിക്കോ, ധൈര്യം ഉണ്ടോ ചോദിച്ചു, ഇല്ലാത്ത എഴുതിത്തരാൻ പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തി. പല പേപ്പറുകളും വന്നത് സൂയിസൈഡ് തോട്ട്സ് വരുന്നു. ബട്ടുടു എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് സൂയിസൈഡ് തോട്ട്സ്. അതിന്ന് ഭയങ്കര പ്രബലൻ്റ് ആകുക. മരിക്കണം എന്നങ്ങ് തോന്നുക. ഒറ്റ വഴിയേ ഉള്ളൂ, മരിക്കാതിരിക്കാൻ. അന്നേരം മനസ്സിനെ ഡൈവേർട്ട് ചെയ്തോണം. എഴുന്നേറ്റ് പോവോ, ആരെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യണം. ഞാൻ ഈ സൂയിസൈഡിനെ കുറച്ച് ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ ഒന്ന് പഠിക്കണം തോന്നി. അപ്പോൾ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് സൂയിസൈഡ് സ്പിരിറ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് അതിനെപ്പറ്റി ഒന്ന് അറിയണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു, ഇദ്ദേഹം ഒരു പാർട്ടിക്കാരനാണ്. ഞാൻ അദ്ദേഹം കയറി വന്ന്, എന്തോ പക്ഷേ വിഷയം സൂയിസൈഡ്. അപ്പോൾ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു പയ്യനെ ചാകണം തോന്നി. അവൻ ശരിക്കും ചാകാൻ തോന്നി. ഒരു കാര്യമില്ല, അവനങ്ങ് ചാകണം. അവന് ആ ചിന്ത അങ്ങോട്ട് കയറിയിട്ട് രാത്രി ഇവനൊരു കയറ് എടുത്തോണ്ട് ഒരു സന്ധിക്ക് പകലോ കണ്ട് അവിടെ ഒരു വനമുണ്ട്. ആ വനത്തിൽ കെട്ടിയാലാൻ പോയി. വനത്തിൽ കെട്ടിയാലാൻ പോയപ്പോൾ പോയ വഴിക്ക് അവന് വയറ്റിൽ നിന്ന് പോകണം തോന്നി. അവനൊരു പാറയിൽ പോയിരുന്നു. നടന്ന സംഭവമാണ്. ആഘോഷമായിട്ട് വയറ്റിൽ നിന്ന് പോയി. വയറ്റിൽ നിന്ന് പോയപ്പോഴാണ് അവൻ ഓർത്തത്, ഈ കോലത്തിൽ പോയി കെട്ടിയാന്ന് അഴിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാകത്തില്ലേ. അവനപ്പോൾ അവിടെ താഴെ ഒരു അരുവിയുണ്ട്, അവിടെ പോയി ശരിക്കും കുളിച്ചു. വയറ്റിൽ നിന്ന് പോയി കുളിച്ചപ്പം ചാകുന്ന കാര്യം മറന്നുപോയി. അപ്പം അവൻ ആ കയറുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഒരു കടക്കാരൻ ചോദിച്ചു, നീ ഈ കയറുമായിട്ട് ഇവിടെ പോയത്? എടാ, ഞാൻ ചാകാൻ പോയത്. അയാൾ ആ കയറ് മേടിച്ച് പഴക്കൊല കെട്ടി തൂക്കുന്നുണ്ട്. ഇപ്പോഴും ആ നാട്ടിലൊരു കടയിൽ പഴക്കൊല കെട്ടി തൂക്കുന്നത് ഇവൻ ചാകാൻ പോയ. അപ്പം അവൻ അന്നേരം അവിടെ നിന്ന്, സത്യത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായാൽ പോകാനുള്ള തോഴ്സേ ഉള്ളിത്. പക്ഷെ അതിങ്ങനെ കൂണ്ടി ആത്മഹത്യ. പക്ഷെ എന്നാലും നമുക്ക് മരിക്കുന്ന പേടിയല്ലേ? അല്ലേ? മരിക്കാൻ എന്താണ്? പേടിയാണ്. മരിക്കാൻ പേടി. എന്തുകൊണ്ടാണ് മരിക്കാൻ പേടിയാകുന്നത്? ഒറ്റ കാര്യം, എവിടെ പോകുമെന്ന് അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതം. ഞാൻ കുറേ മരണം അടുത്ത് ഇന്ന് കണ്ടു. ഞാൻ പറഞ്ഞ പോലെ ഒരു പൈസ വാരുന്നത് കണ്ടു. പിന്നെ ഞങ്ങളുടെ എൻ്റെ കൂട്ടത്തിൽ നടന്ന ഒരു ചെറുപ്പക്കാരൻ 1-2 വർഷം കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മദ്യപാനിയായിരുന്നു. എല്ലാം മാറി. പിന്നെയും തിരിച്ച് പിന്മാറ്റത്തിൽ പോയി മനുഷ്യൻ ഒരു ദിവസം രാവിലെ ഭവനത്തിൽ കട്ടിക്കീഴെ കയറി ഇരുന്നിട്ട് പറയുകയാണ്, കരയുക, എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ട്, കെട്ടിക്കൊണ്ട് പോകും. കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലെന്ന്. അച്ഛ ആരാച്ച, ഇവിടുന്ന് ആരുമില്ല, ചുമ്മാ പട്ട ഇങ്ങോട്ട് പാ, വരൽ അണ്ട അവിടെ നിൽക്കുന്നു, കൊണ്ടുപോകും. ഇതൊരു നിഗൂഢത, നമ്മുടെ ബുദ്ധിക്ക് കെട്ടാത്ത കാര്യം. കുറച്ച് കഴിഞ്ഞ് മനുഷ്യൻ ഇറങ്ങി നടന്നു. പിന്നെ അയാളെ അറിഞ്ഞില്ല. രാത്രി മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ പോക്കറ്റിൽ കിടന്ന നമ്പർ വെച്ച് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെന്നപ്പം കണ്ടുപിടിച്ചു, രാവിലെ കരഞ്ഞ മനുഷ്യൻ, എവിടെയോ വണ്ടി ഇടിച്ചു, എങ്ങനെയോ ആശുപത്രിച്ചു. പിന്നെ അടക്കം, അതിൻ്റെ പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് അടക്കം കൂട്ടത്തിലുണ്ടായിരുന്നു. കൂടെ കൊണ്ട് നടന്നവൻ അവസാനം പറയുന്നു, പിന്മാറ്റത്തിൽ പോയപ്പം കെട്ടിക്കൊണ്ട് പോവല്ലേ. പക്ഷെ ഞങ്ങളുടെ കൂടെ ഒരു ഉണ്ണിയപ്പച്ചനുണ്ടായിരുന്നു. ഉണ്ണിയപ്പച്ചനെ അറിയാത്തവരില്ല. ഉണ്ണിയപ്പച്ചൻ്റെ കയ്യിൽ ഒരു ചപ്പളക്കൊട്ട കാണും. പഴയ ഒരു സാധനമാണ് ചപ്പളക്കൊട്ട. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ അപ്പച്ചൻ യോഗത്തിന് വരുമ്പോൾ ഈ ചപ്പളക്കൊട്ട കൊട്ടിക്കൊണ്ടാണ് റോഡേ വരുന്നത്, പാട്ട് പാടിക്കൊണ്ട്. അപ്പോൾ എല്ലാവരും അപ്പച്ചൻ്റെ പുറകെ കൂടും, പിള്ളേരില്ല. അല്ലോ സ്വോത്രം 2 വാക്യമൊക്കെ ഉറക്കെ പറഞ്ഞ് 2 വചനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ടും പാടി വരും. ഭയങ്കര പ്രത്യാശയാണ്. ഇതുപോലൊരു ഭക്തൻ എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്ന ആർക്കും അറിയത്തില്ല. എന്നാലും 100-103 കാണും. ഒരാരോഗ്യ പ്രശ്നമില്ല. പൂനെ വെച്ച് മരിക്കുന്നു. മരണത്തിൻ്റെ ഞാനും പോയി. അപ്പോൾ അവർ പറഞ്ഞ സാക്ഷ്യം, രാവിലെ എഴുന്നേറ്റ് അപ്പച്ചൻ, പിള്ളേരെല്ലാം പോയപ്പോൾ അപ്പച്ചന് ഒരു കുഴപ്പമില്ല, നല്ല ചൂടുവെള്ളം അനത്തിപ്പിച്ച് കുഴം പൊക്കത്ത് വെച്ച് വൃത്തിയായിട്ട് അപ്പച്ചൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ മരുവളുടെ പറഞ്ഞ് നല്ല ചൂട് കഞ്ഞി തരാൻ പറഞ്ഞു. ചൂട് കഞ്ഞി കൊടുത്തു. പുള്ളി പിന്നെ അസ്വസ്ഥനായിട്ട് നടന്നിട്ട് പറഞ്ഞു, പിള്ളേരെ എല്ലാം വിളിക്കുക. അപ്പോൾ അവരെല്ലാം ജോലിക്ക് പോയതുള്ളൂ. എല്ലാവരെയും വിളിച്ച് വരുത്തിയപ്പോൾ എല്ലാവരും വന്നപ്പോൾ അലക്കി തേച്ച ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് കൊടുത്ത് എല്ലാവരോടും പറഞ്ഞു മട്ടത്ത് നിൽക്കാൻ. എന്നിട്ട് കട്ടിലോട്ട് കയറി ഒറ്റ കിടപ്പ്. പിള്ളേരെല്ലാം ചുറ്റും നിന്നേ,
കൂളായിട്ട് എന്തോ പിച്ചാ ദൂതന്മാരൊക്കെ വന്ന് നിൽക്കുക, ഞാൻ പോവാണേ, കൈയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു പൊക്കോട്ടെ, ഒരു പാട്ടൊക്കെ പഠിക്കുക, ഹായ് പോവാ. ഒരാൾ പറയുന്നു കെട്ടിക്കൊണ്ട് പോവല്ലേ, ഒരാൾ പറയുന്നു പോവാ ഞാൻ പോവാ. ഒരു കുഴപ്പമില്ലാത്ത താണ്ട് കുളിച്ചൊരുങ്ങി ചമഞ്ഞ് കിടന്നിട്ട് ഒരു പോക്ക്. ഇങ്ങനെ പോവാ. അങ്ങനെ പോകുന്നത് ഒറ്റക്കാരിയാണ്. ഇവിടെ ഇങ്ങനെ കർത്താവിനോടൊപ്പം നടക്കുന്നവർക്കറിയാം എവിടാ പോകുന്നത്. അവരിങ്ങനെ ഒറ്റ പോക്കാണ്. എങ്ങോട്ടാ? കൂടെ നടന്ന കർത്താവിൻ്റെ അടുക്കലേക്കാണ് പോകും. ഞങ്ങളുടെ സഭയിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, അതുപോലെ വിശ്വാസിയാണ്. നാട്ടിലെ ഒരു പാവം പിടിച്ച അമ്മച്ചി. അമ്മച്ചിയുടെ ജാനകി അമ്മച്ചിയായിരുന്നു, സാറാമ്മച്ചി. ദേഹം എല്ലാം പാണ്ടൊക്കെ വന്ന അമ്മച്ചിയാണ്. എനിക്ക് അമ്മച്ചി നല്ല ഓർമ്മയാണ്. എല്ലാ മുക്കിലും രാവിലെ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കൂലിവേലയ്ക്ക് പോകും. 4 മണിയാകുമ്പോൾ ഒരു വേദവസം പിടിച്ചുകൊണ്ട് ഓരോ മുക്കി ഇന്നുകൊണ്ട് സാക്ഷ്യം പറയും. ഒരു പാട്ട്, ഒരു സാക്ഷ്യം. അമ്മച്ചി ഒത്തിരി പ്രായത്തിൽ മരിക്കാറായി. അമ്മച്ചി ഇങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ്. ഞങ്ങളെല്ലാം ചെന്നപ്പോൾ അവരുടെ മക്കൾ അമ്മച്ചിയോട് പറഞ്ഞാണ്ട് കൂട്ടായ്മക്കാരെ. ഞങ്ങൾ ചുറ്റും നിന്നപ്പം കൂട്ടായ്മക്കാരെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിയുടെ മുഖം തെളിഞ്ഞു. ആ മുഖം ഒരു വിടർന്നു വികസിച്ചു. ഞങ്ങൾ പെട്ടെന്ന് പാടി, ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ നിത്യമായി വാഴും. എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ കണ്ണിന് കണ്ടു. എന്തോ കണ്ടതുപോലെ അമ്മച്ചി ചിരിക്കുന്നു. എന്തോ കണ്ടതുപോലെ ചിരിച്ചു മരിച്ചു. എന്തായിരിക്കും കണ്ടത്? ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ നിത്യമായി വാഴുവാൻ. ഇന്നലെ ഞാൻ ഒന്നുമല്ലി മണ്ണിലെൻ്റെ പ്രിയനേ, ഇന്നലെ ഞാൻ ഒന്നുമല്ലി മണ്ണിലെൻ്റെ പ്രിയനേ, എങ്കിലും നീ എന്നെ കൺമണി പോൽ കാത്തതൻ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ. ദൂരവാനിൽ സൂര്യചന്ദ്ര കോളവ് കടന്നു ഞാൻ പോയിടും പ്രിയൻ്റെ കൂടെ. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നാം അറിവില്ലാതിരിക്കുന്നു. എവിടെ നമ്മൾ പോവുക? കർത്താവിനോടുകൂടെ പോകും. കർത്താവിനോട് പോകുന്നവർ എവിടെ? കർത്താവിനോടുകൂടെ നടക്കുന്നവർ കർത്താവിൽ മരിക്കും. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർക്കപ്പെടും. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. അതാണ് ക്രിസ്തീയ പ്രത്യാശ. മരണിക്കുന്നവർ എവിടെ പോകും? ആ അറിവ് കൊടുക്കാൻ കഴിയുന്ന ഏക പുസ്തകം വേദപുസ്തകമാണ്. മൂന്നാമത്തെ കാര്യം, അറിയാതെ പോകരുത്. എന്തിനെക്കുറിച്ച്? നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നാം അറിയാതിരിക്കരുത്. കരമുയർത്തി സ്തോത്രം ചെയ്തേ. ആ പ്രത്യാശയുള്ളവരെല്ലാം സ്തുതിച്ച്, എവിടെ പോകുന്ന ഉറപ്പുള്ളവരെല്ലാം സ്തുതിച്ച്. ഉറപ്പുള്ളവർക്ക് പേടിക്കാനേ ഇല്ല. അവർ പറയും, അപ്പച്ചൻ പോയതുപോലെ ഞാൻ പോയിട്ട് വരട്ടെ, പോവുകയാണ്. കൈയൊക്കെ കൊടുത്തിട്ട് ഒരു മനുഷ്യനിങ്ങനെ പോയി. ഇതൊരു അസംഭവമോ കഥയോ അല്ല. പൂനായിൽ ഞങ്ങളുടെ അപ്പച്ചൻ ഉണ്ണിയപ്പച്ചൻ മരിക്കുമ്പോൾ നടന്ന സംഭവം. ജീവിച്ചിരിക്കുമ്പോൾ 100 വർഷത്തിൻ്റെ ഒരു ശതാബ്ദിയിൽ കർത്താവിനോടൊപ്പം പാട്ടും പാടി നടന്നവൻ തണ്ട് പാട്ടൊക്കെ പാടി ചമഞ്ഞ് ഒരുങ്ങി 100 വർഷം ഇവിടെ ഒരാളുടെ കൂടെ നടന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം, ഇവിടെ യേശുവിനോടൊപ്പം നടക്കണം. യേശുവിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണം. യേശു കർത്താവിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണം. ആ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നവർ, കർത്താവുമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, കർത്താവിനെ ഇങ്ങനെ രസിച്ച് അവൻ്റെ വലത്തുഭാഗത്തെ പ്രമോദം അനുഭവിച്ചുകൊണ്ട് നടക്കുന്നവർ, അവർക്ക് മരണം ഒരു രസമാണ്. ഞങ്ങൾ ഇന്നലെ കാണാൻ ആഗ്രഹിച്ച കർത്താവിനെ കാണും. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലേ. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമല്ലേ. നോക്കൂ, ഈ ലോകം നമ്മൾ വരുന്നത് പോലും പിരിയാൻ വേണ്ടിയാ, അല്ലേ? ഒരമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് കിടക്കുന്നു.
എത്ര മാസം? 9 മാസം. ഞങ്ങളുടെ നാട്ടിലെ രാജ്യമേത്ര പാസ്റ്ററൊക്കെ പ്രസംഗിക്ക് പറയും 9 മാസം 9 ദിവസം 9 മണിക്കൂർ 9 മിനിറ്റ് 9 വിനാഴിക എന്നൊക്കെ കൃത്യമായ കണക്കുകളൊക്കെ പറയും. എന്നാലും ഒരു ദിവസം വരും, കുഞ്ഞമ്മയും പിരിയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വേദന. അമ്മ കരച്ചില്ല, അമ്മ കരയുകയാണ്. സത്യത്തിൽ ഈ പ്രസവ വേദന എന്തിൻ്റെ വേദനയാണ്? 9 മാസം ഇങ്ങനെ പിരിയോ, അത് കൊണ്ട് കിടന്ന കുഞ്ഞിനെ അമ്മ എന്ത് ചെയ്യാൻ പോവുക? ആ പിരിച്ചിൻ്റെ വേദനയാണ്. പിരിഞ്ഞ് പുറത്ത് വരുമ്പം കുഞ്ഞു ആദ്യം എന്തോ ചെയ്യും? കരയും. എന്തിനാ കരഞ്ഞേ? ഒരു കുഴപ്പമില്ല, ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു, വല്ല പണിയുണ്ടോ? കഴിക്കണ്ട, കുടിക്കണ്ട, കുളിക്കണ്ട, എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? കുഞ്ഞങ്ങൾക്ക് എന്ത് ചെയ്തു? കരഞ്ഞു. അടുത്ത ഒരു കുറേ നാൾ ഓറൽ സ്റ്റേജാണ്. കുഞ്ഞമ്മയുടെ മാറോട് പറ്റിക്കിടന്നു. മാറോട് പറ്റി അമ്മയുടെ മാറിൻ്റെ ചൂടും ചൂരും അനുഭവിച്ച കുഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ തീരുമാനിച്ചു ഇനി മാറ്റിക്കിടത്തണം. മാറ്റിക്കിടത്തുന്ന അന്ന് രാത്രി കുഞ്ഞ് കരയുമോ ചിരിക്കുമോ? കരയും. എന്തിനാ കരഞ്ഞേ? കുഞ്ഞ് അമ്മയുടെ എന്ത് പിരിഞ്ഞു? മാറ് പിരിഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് വിട്ടു. നാട്ടിലെ സംസ്കാരത്തിൽ പറയാം, ജൂൺ മാസം 1-ാം തീയതി ഇടവപ്പാതി പെതുക്കെ പെയ്യുമ്പോൾ പോപ്പിക്കുടയൊക്കെ പിടിച്ച് വായൊക്കെ ഇട്ട് പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സ്കൂളിൻ്റെ പഠിക്കാൻ ചെന്നപ്പം മട്ട് മാറി. ഞാൻ പോകുന്നില്ല, എനിക്ക് പോണ്ട, ഞാൻ പുത്തില്ല, ഞാനും വരുക. അപ്പം ഒരാൾ അവിടെ ഇതുകൊണ്ട് കരയും. ആരാ? അമ്മയും കരയും. എന്തിനാ അമ്മ കരഞ്ഞേ? കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് വിട്ടു. പിരിയല്ലേ? എന്തൊരു കഷ്ടമെന്നറിയാം പിരിയാണ്. അപ്പോൾ ഈ ടീച്ചർമാർ വന്നിട്ട് പറയാം, എൻ്റെ ഈ അമ്മമാരെല്ലാം അങ്ങ് നിങ്ങളങ്ങ് നിങ്ങൾ പോയാൽ ഈ പിള്ളേരെല്ലാം എന്താവും? ഓക്കെയാ. അന്നൊരു കരച്ചില്ല. പിന്നെ അവർ 10 ക്ലാസ് അവിടെ പഠിച്ചു. 10-ാം ക്ലാസ്സൊക്കെ പിരിയുമ്പോൾ എന്തോ, ഇപ്പോഴാണ് ഈ മൊബൈലൊക്കെ ഉള്ളത്, മറ്റേ ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ഓട്ടോഗ്രാഫ് എന്താ? ഓട്ടോവാക്ക് 3 അക്ഷരം, മറക്കരുത്. എന്തു സാഹിത്യമൊക്കെ അറിയാവുന്ന നമ്മൾ തെളിയുന്നത് ഓട്ടോഗ്രാഫ് എഴുതുമ്പോഴാണ്. മറക്കരുത് ഈ മുഖം, നിന്റെ മുഖം ഞാൻ എന്നോ അതൊക്കെ വായിച്ച് എത്ര പേരുടെ കുടുംബം പൊളിഞ്ഞിട്ടുണ്ടെന്നറിയാം. ഇതൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞോണ്ടേ, വല്ല സംശയരോഗിയുടെ കൈ കിട്ടിയാൽ തീരും. അപ്പം എന്നാലും ഓട്ടോഗ്രാഫ് പിരിയാണ്. അങ്ങനെ കൂട്ടുകാരെയൊക്കെ പിരിയും. പിന്നെ പെൺകുട്ടി കല്യാണം കഴിക്കുന്ന ദിവസം ഈ നാട്ടിൻ്റെ ഒരു ചടങ്ങുണ്ട്. കർണാടകത്തിൽ എനിക്കറിയത്തില്ല. നാട്ടിൽ ചടങ്ങ് കെട്ടിക്കേറി വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഒരു കാര്യം ചെയ്യും. പെണ്ണിൻ്റെ കൈയെടുത്ത് പെണ്ണിൻ്റെ അമ്മ ആരുടെ കൈ കൊടുക്കും? ചെറുക്കൻ്റെ അമ്മയുടെ കൈ കൊടുക്കും. പെണ്ണിന് ഭയങ്കര ചിരിയാ, പക്ഷെ ഒരാൾ കരയും. ആരാ? അമ്മ കരയും. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ഇത്രയും നാളും പൊന്നെ പൊടിയോ എന്ന് വളർത്തി. സത്യത്തിൽ ഈ പെൺപിള്ളേരെ കുറച്ചാളെ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. ആൺപിള്ളേരെ പിന്നെ ആടിച്ച് നമുക്ക് കൂടെ നിർത്താം. പെണ്ണിനെ അങ്ങ് പിരിയണ്ടേ, പിന്നെ അവളങ്ങ് പോത്തല്ലേ. അതുകൊണ്ട് ഈ പെൺപിള്ളേരെ അടിക്കണേ, എന്നാലും ഒത്തിരി വഴക്ക് പറയല്ലേ കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ ഈ പെൺപിള്ളേർ ഇങ്ങനെ 10 മണി വരെ കിടക്കുന്ന കാണുമ്പോൾ ദേഷ്യം വരും. എന്നിട്ട് ഇതൊക്കെ എന്താ ചെയ്യാൻ? എന്നാലും ഉറക്കും. അത് ഉറങ്ങിക്കോട്ടെ. കാരണം ഈ 10-12 മണി വരെ ഉറങ്ങിയ പല പിള്ളേർക്കും രാത്രി കർത്താവ് പറയും, നീ ഉറങ്ങി ആശ്വസിച്ചല്ലേ ഇരിക്കും നീ കുറേ ദിവസം. എന്നാലും എൻ്റെ പൊന്നെ, കൊച്ചാരെ പിരിഞ്ഞു, അമ്മയെ പിരിഞ്ഞു. അന്ന് ആര് കരയും? അമ്മ കരയും. അന്നേരം അവരങ്ങ് സ്നേഹം കൂടും, മരണത്തോലല്ലാതെ. എന്നിട്ട് അവർ സ്നേഹം കൂടും, പറയും നമുക്ക് ഒരുമിച്ച് ചാകണം. നടക്കുമോ? ആഗ്രഹം സാധിക്കുമോ? ഇല്ല, ഒരിക്കലും സാധിക്കത്തില്ല. അല്ല പിന്നെ ഒരുമിച്ച് വല്ലതും അങ്ങനെ വളരെ അപൂർവം. അതൊക്കെ വലിയ വാർത്തയാണ്. അങ്ങനെ സംഭവിക്കത്തില്ല. ആരെങ്കിലും ഒരാൾ ഈ വഴിയിൽ എന്ത് ചെയ്യും? പിരിയും. അപ്പം ജീവിതമേ എന്ത് ചെയ്യാനുള്ളതാണ്? എല്ലാവരെയും പിരിയും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കർത്താത്ത മഹൽ സ്നേഹപ്രഭയാ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും മരണത്താൽ മറയാത്ത മഹൽ പിരിയ ബന്ധമാണിതു വരെ. കരമുയർത്തി പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണി യുഗകാലം. ഈ പിരിയാത്ത ബന്ധം നമുക്ക് തരാൻ വേണ്ടി തമ്പുരാൻ എന്ത് ചെയ്തു? സ്വർഗത്തെ പിരിഞ്ഞു, ഭൂമിയിലേക്ക് വന്നു.
എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്നും ഈ അപ്പനും മോനും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പിതൃപുത്ര ബന്ധത്തിൻ്റെ ഉദാത്ത മാതൃക ക്രിസ്തു. ഭൂമിയിലേക്ക് വന്നിട്ട് എന്നും രാത്രിയാകുമ്പോൾ ഓടിപ്പിടിച്ച് എവിടെ പോകും? അപ്പൻ്റെ അടുക്ക പോകും. രാത്രി വെളുപ്പിന് ഇവരിരുന്ന് വർത്തമാനം പറച്ചില്ല. എന്തോ ഇത്രമാത്രം പറയാനുള്ളത്? ലോകത്തെ ഏറ്റവും കൂടുതൽ അപ്പനും അമ്മയും കൂടെ മോനും കൂടെ കൊട്ടക്കഴിച്ച് വർത്തമാനം പറഞ്ഞ ഒറ്റയാളാ ആരാ? യേശുവും അപ്പനും കൂടെ രാത്രി മുഴുവൻ വർത്താന. ഇന്നൊരു വർത്താന. എല്ലാവരും ചോദിച്ചു ഇവരെന്തോ ഇത്ര പറയാനുള്ളേ? നമുക്കും അറിയത്തില്ല. അവർ വർത്താനമായിരുന്നു. പിരിയത്തേയില്ല, പിരിഞ്ഞിട്ടേയില്ല. ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണം തൻ്റെ ആത്മകഥയ്ക്കകത്ത് ഒരു ചാപ്റ്ററുണ്ട്, എൻ്റെ അച്ഛൻ്റെ മരണം ഇരട്ടക്കളങ്കവും. അച്ഛൻ മരിക്കുമ്പോൾ ഗാന്ധിജി പോയിരുന്ന് കാലി ഞെക്കും. അപ്പൻ ഇഷ്ടമാണ്. പക്ഷെ കസ്തൂർബായെ കല്യാണം കഴിച്ച സമയത്ത് തനിക്കങ്ങ് തോന്നി, എഴുന്നേറ്റ് അങ്ങ് പോയേക്കാം. അപ്പൻ്റെ കാലി ഞെക്ക് ഇച്ചിരി സങ്കടം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പാപ്പൻ വന്നിട്ട് പറഞ്ഞു, നീ വേണേ പൊക്കോളാൻ. വലിയ കാര്യം. പോയി കിടന്നു. രാത്രിയുടെ ഏതോ നിശബ്ദതയിൽ ആരോ വന്ന് ഈ തൻ്റെ വീട്ടിലെ സെർവൻ്റ് വന്ന് കതകിന് മുട്ടി തുറന്നും പറഞ്ഞ് അച്ഛൻ മരിച്ചു. സങ്കടമായിരുന്നു. കുറേ നേരം കൂടെ കാല് ഞെക്കിക്കൊണ്ടിരുന്നായിരുന്നെങ്കിൽ മരിക്കുമ്പോൾ എൻ്റെ കണ്ണി നോക്കി ഇങ്ങനെ മരിച്ചേനെ. അച്ഛൻ്റെ മരണം ഗാന്ധിജിയുടെ ആത്മകഥയിലുണ്ട്. പക്ഷെ അത്ര പോലും മാറാത്ത ഒരു മോനും അപ്പനും ഉണ്ടായിരുന്നു. ആരാ? യേശുവും പിതാവും കൂടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ അപ്പന്മാരെ സ്നേഹിക്കണം എന്നൊക്കെ യേശു കർത്താവ് പറയുന്നേ. എന്താ കാര്യം? അത്ര വലിയ ബന്ധമായിരുന്നു. എന്നിട്ടും ആ നിമിഷത്തിൽ ചോദിച്ചു, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതേ? പിതാവിനെ പിരിഞ്ഞു, സ്വന്തം തോളി തലയായിച്ചു. നമ്മളോടൊപ്പം പിരിയാത്ത ബന്ധത്തിന് വേണ്ടി സ്വർഗം പിരിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് അപ്പനെ പിരിഞ്ഞ് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടവൻ പറയുന്നു, നിന്നെ ഞാൻ ഒരിക്കലും പിരിയത്തില്ല, ഒരിക്കലും പിരിയത്തില്ല. മരണം പിരിച്ചിലല്ല, തമ്പുരാനോടൊപ്പം നടക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ രഹസ്യം നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കരുത്? അറിയാതിരിക്കുക. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഈ രഹസ്യം നിങ്ങൾ അറിയാതെ. ഏത് രഹസ്യം? നിദ്ര കൊള്ളുന്നവർ എവിടെ പോകുന്നുള്ള രഹസ്യം. ക്രിസ്തീയ പ്രത്യാശയുടെ പുനരുത്ഥാന പ്രത്യാശയ്ക്കായി എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. പേടിയില്ലാത്തവരെല്ലാം സ്തുതിച്ചേ. പ്രത്യാശയുള്ളവരെല്ലാം സ്തുതിച്ചേ. ഇരുകരങ്ങളും ഉയർത്തി കർത്താവെ ഞാൻ അങ്ങയോടൊപ്പം നടക്കുമെന്ന് പറയുന്നവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിരിയാത്തൊരു ബന്ധമുണ്ട് യേശുവുമായിട്ട്. അതിങ്ങനെ ഇവിടെ പോകണം. ആ ബന്ധം. ഒരു കാര്യം, നമ്മുടെ കർത്താവിനുള്ള ബന്ധം പിരിക്കാൻ വേണ്ടി പാപം ഇങ്ങനെ കിടക്കുക. പാപമാണ് ഈ ബന്ധം പിരിക്കുക. അതുകൊണ്ട് ദൈവത്തെ ബന്ധം പിരിക്കുന്ന ഒരു പാപത്തിൻ്റെ പുറകെ പോകരുത്. പാപം എപ്പോഴും ദൈവബന്ധം പിരിക്കും. അതുകൊണ്ട് പിരിയാത്ത ദൈവത്തോടൊപ്പം നടക്കുക. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നാം എന്തില്ലാതിരിക്കരുത്? അറിവില്ലാതിരിക്കരുത്. ഒന്നും മറക്കരുത്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചത് നാം അറിയാതെ പോകരുത്. പരീക്ഷിക്കരുത്, പിറുപിറുക്കരുത്, പരസംഗം ചെയ്യരുത്, വിഗ്രഹാരകളരുത്. ഈ രഹസ്യം നാം അറിയാതെ. 2, ഞെളിയാതെ ഭയപ്പെടണം എന്നുള്ള രഹസ്യം നമ്മൾ അറിയാതെ ഇരിക്കരുത്. 3, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നാം അറിവില്ലാതിരിക്കരുത്. 4, 1 കൊരിന്ത്യർ 12:1. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നാം അറിവില്ലാതിരിക്കരുത്. വളരെ ഗൗരവമായി പഠിപ്പിക്കുന്നു. ആത്മീക വരങ്ങളെക്കുറിച്ച് എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ആത്മീക വരങ്ങളെക്കുറിച്ച് നാം അറിവില്ലാതിരിക്കരുത്. വളരെ ഗൗരവമായ കാര്യം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയെ പഠിപ്പിക്കാൻ പറയുന്നു. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നാം അറിവില്ലാതിരിക്കരുത്. നമുക്കറിയാം, ആത്മാവിൻ്റെ സ്നാനം. കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത് തൻ്റെ ഏറ്റവും വലിയ ആഗമന ഉദ്ദേശമായിട്ട് യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു. മത്തായി സുവിശേഷം 3-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. അപ്പം ജീസസ് ക്രൈസ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ആ ഇൻട്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് യേശു കർത്താവിൻ്റെ ആഗമന ഉദ്ദേശം നമുക്ക് എന്ത് തരാനാണ്? പരിശുദ്ധാത്മാവ്. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആഗമന ഉദ്ദേശം എന്താണ്? അത് പറഞ്ഞു. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, വന്നത് നമുക്ക് എന്ത് തരാൻ? പരിശുദ്ധാത്മാവിനെ തരാൻ. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് യെരൂശലേം വിട്ടുപോകാതെ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ പ്രോമിസ് ഓഫ് ദ ഫാദർ.
അൺലെസ് യു റിസീവ് ദ പവർ. നിങ്ങൾ ഈ ശക്തി പ്രാപിക്കുവോളം കാത്തിരിക്കണം. അത് പറഞ്ഞിരിക്കുന്നത് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം. അപ്പം വേദപുസ്തകത്തിൽ വാഗ്ദത്തങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ ദ പ്രോമിസ് ഓഫ് ദ ഫാദർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്ന് മാത്രം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രോമിസസ് അല്ല, പരിശുദ്ധാത്മാവ് ഇത്ത പ്രോമിസാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. കാത്തിരിക്കുമ്പോൾ അവിടെ മേൽ പരിശുദ്ധാത്മാവ് ആത്മസ്നാനം ഒരിക്കലായിട്ടുണ്ടാകുന്ന അനുഭവം. ഇത് വളരെ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന സഭ. ആത്മസ്നാനം ഒരിക്കലും. ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം. ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. എൻ്റെ കൂടെ വരണേ. ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കരുത്? അറിവില്ലാതിരിക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 33. ഞാനും അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നു നീ കാണുമോ? അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. അപ്പോൾ ആരുടെ മേലാണ് ആത്മാവ് വന്നത്? യേശു കർത്താവിൻ്റെ മേൽ. സ്നാനമേറ്റ് കയറിയ ഉടനെ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങി വസിച്ചു. കർത്താവിൻ്റെ മേൽ വസിച്ചു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള അശരീരി അരൂപി ശബ്ദം കേട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യും? പരിശുദ്ധാത്മ സ്നാനം, ആത്മസ്നാനം ഒരിക്കലായിട്ടുണ്ടാകുന്ന അനുഭവമാണ്. കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ്. എന്നാൽ ആത്മസ്നാനം പ്രാപിച്ചവർ എന്ത് ചെയ്യണം? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ കാണുന്നു, നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കണം. അപ്പം ആത്മസ്നാനം പ്രാപിച്ചവർ എന്ത് പ്രാപിക്കണം? ആത്മനിറവ് പ്രാപിക്കണം. എല്ലാവരും പറഞ്ഞ് എന്ത് പ്രാപിക്കണം? ആത്മനിറവ്. ആത്മസ്നാനം ഒരിക്കലായിട്ടുണ്ടാകുന്നതാണ്. ആത്മസ്നാനം ഒരിക്കലായിട്ടുണ്ടാകുന്നു. വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. അത് പ്രാപിക്കേണ്ടതാണ്. എന്നാൽ ആത്മസ്നാനം കൊണ്ട് തീരുന്നില്ല. ആത്മസ്നാനം പ്രാപിച്ചവരെല്ലാം എന്ത് പ്രാപിച്ചുകൊണ്ടേയിരിക്കണം? ആത്മനിറവ് പ്രാപിക്കണം. എന്തുകൊണ്ട് ആത്മനിറവ് പ്രാപിക്കേണ്ട? ഒരു മൺകലത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ, പുത്തൻ മൺകലം വെള്ളം ഒഴിച്ച് വെച്ച് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളം കുറഞ്ഞിരിക്കും. എന്താ? പഴയ ആൾക്കാർ പറയും മൺകലം കുടിച്ചതാ. ശരിയാ, അതിങ്ങനെ അബ്സോർവ് ചെയ്യും. ഇതുപോലെ നമ്മളെന്ന മൺപാത്രത്തിലോട്ട് ഈ പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ നമ്മളുടെ ജഡീകതകളൊക്കെ ഇതിനെ ചിലപ്പം അളവ് കുറയ്ക്കുമ്പം കാത്തിരിക്കണം. എന്തിനു വേണ്ടി? നിറവിന് വേണ്ടി. നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? യോഹന്നാൻ 7:37 കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദി എന്ത് ചെയ്യണം? ഒഴുകും. അപ്പോൾ ആത്മസ്നാനം പ്രാപിച്ചവർ എന്തിനു വേണ്ടി കാത്തിരിക്കണം? ആത്മനിറവിന് വേണ്ടി കാത്തിരിക്കണം. അവർ കാത്തിരുന്നപ്പോൾ നിങ്ങൾ ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കർത്താവ് അവരുടെ മേൽ തൻ്റെ ആത്മാവിനെ അയച്ചു. പിളർന്ന അഗ്നിജ്വാല പോലെ അവരുടെ മേൽ പതിഞ്ഞു. അവർ ഓരോരുത്തരും ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ എന്തിൽ സംസാരിച്ചു? അന്യഭാഷകളിൽ സംസാരിച്ചു. എന്നെ ആ വാക്ക് വല്ലാതെ ധ്യാനിപ്പിക്കും. ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സഭയിൽ എല്ലായിടത്തും പറയുവാൻ എൻ്റെ മേൽ തന്ന ഒരു നിയോഗമാണ് ആത്മസ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെല്ലാവരും എന്ത് നിറഞ്ഞു? പരിശുദ്ധ. എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞേ, എന്ത് നിറഞ്ഞു? എല്ലാവരും. അപ്പോസ്തലപ്രവൃത്തി 10:44 എല്ലാവരും. അപ്പോസ്തലപ്രവൃത്തി 19 എഫെസോസിൽ എല്ലാവരും. അപ്പോൾ എവിടെല്ലാം ആത്മസ്നാനം വന്നു അവിടെ എല്ലാം പേഴ്സൻറ്റേജ് എത്ര ആയിരുന്നു? എല്ലാവരും. എന്നെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നല്ല സ്കൂളുകളിലൊക്കെ 12th-ലോ 10th-ലോ ബോർഡ് എക്സാമൊക്കെ എഴുതുകയാണെങ്കിൽ ഇത്തിരി മോശമാണെങ്കിൽ പേരൻസ് മീറ്റിംഗ് ഒക്കെ വിളിക്കും. എനിക്ക് ചില നല്ല സ്കൂളുകളിലൊക്കെ പേരൻസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചാൽ അവർ നമ്മളെ ഫയർ ചെയ്ത് കളയും. ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ എഴുതിപ്പിക്കത്തില്ല, മോഡൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ പരീക്ഷ. എനിക്കറിയാവുന്ന ചില പിള്ളേരെയൊക്കെ നേരത്തെ കൺസെൻറ്റ് മേടിച്ചു. എക്സാം കുറവാണെങ്കിൽ ഫൈനൽ എക്സാം ഇരുത്തത്തില്ലെന്ന് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? അത് കാണിച്ചാൽ വിരട്ടുന്നേ. കണ്ടോടാ, എന്നെ ഒന്നും ചെയ്യണ്ട, ഏത് കോടതി പോയാലും നിൻ്റെ അമ്മ ഒപ്പിട്ട് തന്നാ അറിഞ്ഞോ? അപ്പോൾ ഇവർക്കൊരു ഭയങ്കര ടെൻഷൻ കൊടുക്കുകയാണ്. എൻ്റെ പൊന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പേരൻസ് മീറ്റിങ്ങിന് പോകുന്നവരുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ എന്നെ ഒന്നും പറയാതിരിക്കാൻ പ്രാർത്ഥിക്കണേ പാസ്റ്റേ, സഹിക്കാൻ വയ്യ. അപ്പോൾ എന്നാലും പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോയി നിൽക്കുമ്പോൾ എന്താ അവരിത്രയും പ്രഷറൈസ് ചെയ്യുന്നത്? ഒറ്റ കാര്യത്തിനാണ്, 100% എന്ത് വേണം? റിസൾട്ട് വേണം. ഒരു 100% റിസൾട്ടിന് വേണ്ടി ഒരു സ്കൂൾ ഇത്രയും പരിശ്രമിക്കുന്നെങ്കിൽ ഏറ്റവും മിനിമം സഭകളുടെ ഒരു പരിശ്രമം വേണം. എന്തിനാണെന്നറിയാമോ? 100% ആത്മസ്നാനം. 100% ആത്മസ്നാനം. അതാണ് അവിടെ എല്ലാവരും എന്ത് നിറഞ്ഞു? പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എല്ലാവരും ആ വാക്കൊന്ന് ചേർന്ന് പറഞ്ഞേ, 100% ആത്മസ്നാനം, 100% ആത്മസ്നാനം, 100% ആത്മസ്നാനം. ഒരാൾ പോലും ഒഴിവില്ലാതെ 100% ആത്മസ്നാനം. അങ്ങനെ ആത്മസ്നാനം പ്രാപിച്ചു.
അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. അപ്പം പ്രധാനമായി ദൈവം അവർക്ക് വരങ്ങളെ കൊടുത്തു. 9 വരങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. എനിക്കറിയാം ഇത് പരിശുദ്ധാത്മാവിനോട് വളരെ ആഭിമുഖ്യമുള്ള സഭ എങ്കിലും പറഞ്ഞിട്ട് 9 വരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 3 വരങ്ങൾ പ്രധാനമായും. ആദ്യത്തേത് ഭാഷ അല്ലേ, ഭാഷകളുടെ വരമുണ്ട്, ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്, പ്രവചനമുണ്ട്. വീണ്ടും നാം വിശ്വാസത്തിൻ്റെ പരിചയത്തിലേക്ക് കാണുന്നു. വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തി. വീണ്ടും കാണുന്നു നമ്മൾ ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം. പ്രധാനപ്പെട്ട 9 വരങ്ങൾ. ഒന്ന് ഭാഷ, ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം. ഇത് ശരീരമണ്ഡലമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭാഷ, വ്യാഖ്യാനം, പ്രവചനം. ഇനി നമ്മുടെ ദേഹീമണ്ഡലമായിട്ട് ബന്ധപ്പെട്ടതാണ് ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം. അടുത്തത് നമ്മുടെ ആത്മമണ്ഡലമായിട്ട് ബന്ധപ്പെട്ടതാണ് വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തി. അപ്പം ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം എന്ത് ചെയ്യാതിരിക്കരുത്? അറിവില്ലാതിരിക്കുക. ഇനിയും അടുത്ത വരങ്ങളെക്കുറിച്ച്, സഹായ വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലും ഇവിടെയെല്ലാം പറയുന്ന വരങ്ങളുണ്ട്. രക്തസാക്ഷിയാകാനുള്ള വരം, കഷ്ടത സഹിക്കാനുള്ള വരം, കരുണ കാണിക്കാനുള്ള വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലനത്തിനുള്ള വരം. അങ്ങനെ വരങ്ങൾ, സഹായ വരങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം നോക്കൂ, വളരെ കൃത്യമായിട്ട് വേദപുസ്തകം വരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഗൗരവമായി പറയുന്നു. നിങ്ങൾ ഭാവിക്കേണ്ടത് വീണ്ടും ഭാവിച്ചുയരാതെ അവനൊരു വിശ്വാസത്തിൻ്റെ 12:3 ഭാവിക്കും നിനക്ക് ലഭിച്ച നിങ്ങൾ ഓരോരുത്തരും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, അതുപോലെ പലരായി ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളാകുന്നു. നമുക്ക് ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ എന്തിനൊത്തവണ്ണം? വിശ്വാസത്തിനൊത്തവണ്ണം. അപ്പം പ്രവചനിക്കണമെങ്കിൽ എന്തു വേണം? വിശ്വാസം വേണം. ഈ പ്രവാചകൻ്റെ വിശ്വാസം കൂടുന്ന അനുസരിച്ച് പ്രവചനത്തിൻ്റെ റേഞ്ച് കൂടും. പ്രവാചകൻ്റെ എന്ത് കൂടണം? വിശ്വാസം കൂടും. എല്ലാവരും പറഞ്ഞേ, പ്രവാചകൻ്റെ എന്ത് കൂടണം? വിശ്വാസം കൂടുമ്പോൾ പ്രവചനത്തിൻ്റെ റേഞ്ച് വർദ്ധിക്കും. അത് സത്യമാണ്. പ്രവാചകന് വിശ്വാസം ഓടെ പ്രവചിക്കാൻ എളുപ്പമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വാലല്ല തലയാക്കും, ഇതാ ഞാൻ നിന്നെ ഉയർത്തും. അതിന് വലിയ എന്ത് വേണ്ട? വിശ്വാസം വേണ്ട. വേണോ? എന്നാൽ ചില കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ പറയണമെങ്കിൽ നമ്മളെ ഒന്ന് വിറയ്ക്കും. എന്ത് വേണം? വിശ്വാസം വേണം. അപ്പം പ്രവാചകൻ്റെ എന്ത് കൂടണം? വിശ്വാസം കൂടണം. ചിലപ്പോഴൊക്കെ ഈ പ്രവചനത്തിനൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നത് എങ്ങനെയാണെന്നറിയാം. നമ്മുടെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു കൊച്ചു മാടക്കട. അച്ചായൻ ഒരു ചെറിയ സ്റ്റൗവുമായിട്ടിരിക്കുന്നു. അവിടുത്തെ 3-4 കുപ്പി ഗ്ലാസും ഒരു കവർ പാലുമുണ്ട്. പെട്ടെന്ന് 2 ബസ് വരുന്നു, ടൂറിസ്റ്റ് ബസ്. 100 പേര് ഇറങ്ങുന്നു. ചായതാ. അച്ചായൻ എങ്ങനെ കൊടുക്കും? അച്ചായൻ ഓരോ ഗ്ലാസ് കഴുകി കൊടുക്കും. കാരണം അച്ചായൻ്റെ ആ പാട് എത്ര ഗ്ലാസ്സേ ഉള്ളൂ? 3 ഗ്ലാസും 2 കവർ പാലുമുണ്ട്. ഒത്തിരി സമയമെടുക്കും. ഇതുപോലെ വിശ്വാസം കുറയുന്ന പ്രവാചകൻ്റെ അടുക്കൽ 100 പേര് ലൈൻ നിന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പം തെറ്റും. കാരണം 3 ഗ്ലാസും 2 കവർ പാലും. വിശ്വാസം വർദ്ധിക്കും തോറും എന്ത് കൂടും? റേഞ്ച് കൂടും. ഈ ദിവസങ്ങളിൽ കൃത്യമായി പ്രവചിക്കുന്ന ദൈവദാസന്മാർ എഴുന്നേക്കാൻ പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങളൊക്കെ കൃത്യമായി പ്രവചിക്കട്ടെ. അത് ആഗ്രഹിക്കുന്നവർ. വിശ്വാസം വർദ്ധിക്കുക. ലഘുവായ കാര്യത്തിൽ നിന്ന് ഘനമായ കാര്യത്തിലേക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വാസത്തിനൊത്തവണ്ണം. വീണ്ടും കാണുന്നു ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഇൻ സർവീസ്. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ്, വരമാണ് എന്ത് ചെയ്യുക? ശുശ്രൂഷ ചെയ്യുക. സ്തോത്രം ചെയ്തേ. എന്ത് ചെയ്യണം? ശുശ്രൂഷ. ഞാൻ ഇന്നലെ നമ്മുടെ സഹോദരന്മാരോടൊരു കാര്യം പറഞ്ഞപ്പം പറഞ്ഞു, ശുശ്രൂഷ വലിയൊരു കാര്യമാണ്. ഞാൻ അതൊന്നുകൂടെ പറയുകയാണ്. ശുശ്രൂഷ ചെയ്യുന്നവരെങ്ങനെ ചെയ്യണം? ശുശ്രൂഷ ചെയ്യണം. ഇന്നലത്തെ സഹോദരങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്കത് അന്നൊന്ന് പറയണമെന്ന് തോന്നുകയാണ്. ഞങ്ങളുടെ ചർച്ചിൽ അങ്കിളിനൊക്കെ അറിയാം, ഒരു തങ്കോയിയുണ്ട്. ഇത്രയേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിലെ വന്നാണ് എന്നെ വളർത്തി, അപ്പച്ചനെ വളർത്തി, നോക്കി, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി. സഭയിൽ വരുന്ന എല്ലാവർക്കും കഞ്ഞിയും വെച്ച് കൊടുക്കുകയാണ്. തങ്കോയി പാവം, വലിയ ബുദ്ധിയൊന്നുമില്ല. തങ്കോയി അടുക്കളയില. പക്ഷെ തങ്കോയി എല്ലാവർക്കും കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കും. നിങ്ങൾക്കറിയോ, UK എഴുതിയ ഒരു പുസ്തകത്തിൽ, പ്രതിഫലങ്ങളെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ തങ്കോയിയാണ്. ഒരു ചാപ്റ്റർ തങ്കോയിയാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു സായിപ്പ് അപ്പച്ചൻ വരും, ഐറിഷുകാരനൊരു അപ്പച്ചൻ വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. തമ്പി അപ്പച്ചൻ്റെ അവിടെ വന്നിട്ട് അങ്ങോട്ട് വരുന്ന ഈ അപ്പച്ചനും അമ്മച്ചിയും വരാതായി. അവിടെ കോൺടാക്റ്റ് എല്ലാം പോയി. എനിക്ക് അപ്പച്ചൻ്റെ ഒരു ഇമെയിൽ ഓർമ്മയുണ്ടായിരുന്നു, ഐറിഷ് പ്രോഫറ്റ്. അങ്ങനെ ഞാൻ യാർലിന് ചെന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് കണ്ടാൽ. ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്തു. ചെന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയും കേരളത്തിൽ വരുന്നുണ്ടോ? എന്നെ കണ്ട ഉടനെ തങ്കോയിയെക്കുറിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തങ്കോയി സ്റ്റിൽ ഉണ്ടോ? അവർക്കുണ്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ചോദിച്ചു, ഇനിയും വരുന്നുണ്ടോ? പ്രാർത്ഥിക്കാം, ഞങ്ങൾ വരുവാണെങ്കിൽ നിന്നെ വിളിക്കാം. എൻ്റെ നമ്പർ മേടിച്ചു. തിരിച്ച് കുറച്ച് ദിവസം നാൾ കഴിഞ്ഞപ്പോൾ അവർ കോവളത്ത് വന്നിട്ട് എന്നെ വിളിച്ചു. ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ട്, വന്ന് കൊണ്ടുപോകാമോ? ഞാൻ വന്ന് കൊണ്ടുവന്നു. വന്ന് കയറി ഉടനെ അവർ ചോദിച്ചു, തങ്കോയി
പാവം തങ്കോയി ഇത്രയേ ഉള്ളൂ. ഒരു നൈറ്റിയൊക്കെ ഇട്ട് തങ്കോയി ഓടി വന്നു, ഭയങ്കര സന്തോഷം, വർത്താനമൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം ഞായറാഴ്ച അദ്ദേഹം സംസാരിക്കുകയാണ്, ഞാനാണ് പരിഭാഷപ്പെടുത്തുകയാണ്. പരിഭാഷപ്പെടുത്തുന്ന ഇടയ്ക്ക് ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഇദ്ദേഹം തങ്കോയിയെ വിളിച്ചു, ബ്രിങ് തങ്കോയി. തങ്കോയി അടുക്കളയെ തങ്കോയിയെ പിടിച്ചോണ്ട് വന്നു. തങ്കോയി വന്നു. അപ്പോൾ അദ്ദേഹം പെട്ടിയൊക്കെ തുറന്നു, അമ്മച്ചിയെ വിളിച്ചു. അവർ രണ്ടും കൂടെ ഒരു പെട്ടി തുറന്നിട്ട് നല്ലൊരു പെട്ടി എടുത്തു. ഈ പെട്ടി തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇനിയും കേരളത്തിൽ പോകണോ വേണ്ടായോ എന്ന് ദൈവത്തോട് ചോദിച്ചു. അപ്പം ദൈവം പറഞ്ഞു, നീ കേരളത്തിൽ പോകണം. എന്തിന്? നിനക്കൊരു മിഷൻ ചെയ്യാനുണ്ട്. എന്ത് മിഷൻ? തങ്കോയിയെ ഓണർ ചെയ്യണം. അതിനാണ് ഞങ്ങൾ വന്നത്, അയർലൻഡിൽ നിന്ന്, സായിപ്പും അമ്മച്ചി. എന്നിട്ട് ഈ പെട്ടി എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളോട് ദൈവം പറഞ്ഞു സഭാമധ്യത്തിൽ അവളെ വിളിച്ചിട്ട് ഒരു സന്ദേശം പറയണം. തങ്കോയി പാവം, തങ്കോയ്ക്ക് എന്ത് വേണം? ഒരു കട്ടിൽ ഉണ്ട്. തങ്കോയ്ക്ക് എന്ത് വേണം? ഒരു കൊച്ചലമാരി ഉണ്ട്. തങ്കോയ്ക്ക് എന്ത് വേണം? കുറച്ച് സാരി, കുറച്ച് ഡ്രസ്സ്. വേറൊന്നും തങ്കോയ്ക്ക് വേണ്ട. പാവം തങ്കോയി, അടുക്കളയിൽ നിൽക്കുന്ന തങ്കോയി. വേറെന്താ തങ്കോയ്ക്ക് വേണ്ടേ? തങ്കോയ്ക്കൊന്നും വേണ്ട. ഇവരിത് തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ദൈവം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ പോയിട്ട് തങ്കോയിട്ട് പറയണം, ഈ പെട്ടി ഇത് എംഡിയാണ്, ഞങ്ങളിത് സമ്മാനമായി കൊടുക്കുക, സിംബോളിക്കലി. കർത്താവ് പറഞ്ഞു, ഇവിടെ പെട്ടി കാലിയാ, പക്ഷേ ഈ അടുക്കളയിൽ നിന്ന് ശുശ്രൂഷ ചെയ്ത് ഇവിടെ പെട്ടി മേളിൽ നിറഞ്ഞിട്ടുണ്ട്. ഇത് പറയാൻ വേണ്ടി ആര് വന്നു? അവിടുന്ന് ഒരു സായിപ്പ് വന്നു. അങ്ങനെയെങ്കിൽ ശുശ്രൂഷയെങ്കിൽ എങ്ങനെ ചെയ്യണം? ശുശ്രൂഷയിൽ സ്തോത്രം ചെയ്തേ. ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യുക. ഉപദേശമെങ്കിൽ ഉപദേശിക്കുക, പ്രബോധിപ്പിക്കുന്ന ദാനം ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? ഏകാഗ്രതയോടെ. എന്താ അർത്ഥം? കൊടുക്കുന്നവൻ എങ്ങനെ ചെയ്യണം? ഏകാഗ്രതയോടെ. എന്താ ഏകാഗ്രത? ഏകാഗ്രതയോടെ ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൊടുക്കുമ്പോൾ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ നമുക്ക് 3 അവസ്ഥകളാണ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുക? ഞാൻ എൻ്റെ കാര്യം പറയാം, നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. ഒരാൾ വന്നു, ഞാൻ ഓർത്തൊരു 5000 കൊടുത്തേക്കാം. ഒന്ന് എൻ്റെ വൈഫ് ഫ്രണ്ട് പറയുക, 5000 വേണോ അച്ചായ? നമുക്ക് ഒത്തിരി കാര്യമില്ല. ശരി, എന്നാൽ 2000 മാറ്റി 3000 എടുത്ത് വെച്ചു. എന്നാലും മോശമല്ല, എന്നാൽ 3500 ഇട്ടു. എന്നാൽ പോട്ടെ ഇനി എന്നാൽ വേണ്ട, എന്നാൽ പിന്നെ 2000. പിന്നെ അവസാനം പോകാൻ നേരത്ത് പെട്ടെന്ന് എടുത്ത് അങ്ങ് 5 കൊടുത്തെന്ന് വെച്ചു. കൊടുത്തു, പക്ഷേ എനിക്കെന്തോ ഇല്ല, ഏകാഗ്രതയില്ല. പോയി എൻ്റെ 5000 വെറുതെ പോയി. കൊടുത്തെങ്കിലും എന്തോ ഇല്ല, ഏകാഗ്രതയില്ല. കൊടുക്കുകയാണെങ്കിൽ ഏകാഗ്രതയോടെ കൊടുക്കണം. എന്താ? എൻ്റെ ദൈവം എനിക്ക് കൊടുക്കാൻ ഭാഗ്യം തന്നല്ലോ എന്ന് പറഞ്ഞ് ഏകാഗ്രതയോടെ കൊടുക്കണം. ദാനം ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? എല്ലാവരും പറഞ്ഞ്, ദാനം ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? ഏകാഗ്രത. ദാനം ചെയ്യുന്നവൻ അടുത്തത്, കരുണ ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? പ്രസന്നതയോടെ. എല്ലാവരും പറഞ്ഞ്, കരുണ ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? പ്രസന്നത. അത് ഞാൻ ഇന്നലെ പറഞ്ഞു. കരുണ ചെയ്യുന്നവൻ ഞങ്ങളുടെ ചർച്ചിലൊരു അച്ചായനുണ്ട്. ആ അച്ചായന് നല്ലപോലെ പാവം പിടിച്ചൊരു മനുഷ്യൻ. ഒരു ദിവസം മദ്യപാനിയായിരുന്നു, വന്ന് രക്ഷിക്കപ്പെട്ടു. അച്ചായൻ എന്നോട് ചോദിച്ചു, ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു, മത്സ്യമനെ എന്നാച്ചാ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ ചോദിച്ചു, അച്ചായൻ എന്ത് ചെയ്യാൻ അറിയാം? അല്ല എനിക്ക് എന്തോ ചെയ്യാൻ അറിയാം. മോൻ പറയാം. അല്ല ഞാൻ ചോദിക്കും, അച്ഛൻ എന്ത് ചെയ്യാം? അച്ഛൻ എന്നെ കുറേ നേരം കൊണ്ട് പറഞ്ഞു, നല്ല ചായ അടിക്കാം. അച്ഛന് ചായ അടിക്കാൻ അറിയാം. ഈ ചായ അടിക്കുന്നൊരു കലയാണെന്നറിയാമോ? തിരുവനന്തപുരത്തു നിന്ന് വെഞ്ഞാറമൂട്ടോട്ട് വരുമ്പോൾ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കട ഒരു പ്രത്യേക ചായക്കടയാണ്. ആ അച്ചായൻ ചായ അടിക്കുമ്പോൾ അവിടുത്തെ ചായ അടിയപ്പെടുന്ന ഞെട്ടിച്ചായ എന്നാണ്. അച്ചായൻ ചായ അടിക്കും, ഒന്ന് ഞെട്ടും. ഞെട്ടിയാൽ ഉഗ്രം ചായ. ബെൻസുകാറിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ അറിയാവുന്നവർ നോക്കി നിൽക്കും, ഞെട്ടിയാൽ ആ ചായ മേടിച്ചോണം, അത് സൂപ്പർ ചായ ആയിരിക്കും. അപ്പം ചായ അടിയൊരു കലയാണ്. അച്ചായൻ പറഞ്ഞ്, ഞാൻ ചായ അടിക്കുക. ഞാൻ രാവിലെ അന്നേരം തന്നെ അച്ചായനെ ചായ അടിക്കാൻ ലൈവ് ചായക്കുള്ള സംവിധാനം എല്ലാം ഒപ്പിച്ചു കൊടുത്തു. ഞായറാഴ്ച രാവിലെ 6 മണിയാകുമ്പോൾ അച്ചായൻ റെഡി. ആൾക്കാർ ദൂരം നിന്ന് വരുമ്പോൾ എന്ത് വേണം? കാപ്പി, ചായ, വിത്ത് വിട്ട്, കടുപ്പം കൂട്ടി, കടുപ്പം കുറച്ച്, എല്ലാം ചോദിച്ച് കാപ്പി, ചായ എല്ലാം കൊടുക്കുക. അപ്പോൾ മോഹൻസി ലാസറസിൻ്റെ ഒരു മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് നടന്നപ്പോൾ 1000കണക്കിന് ആൾക്കാർ അവിടെ വന്നു. ലോങ് ഡേ മീറ്റിംഗ്. അതിലൊരു പാസ്റ്ററേയും കൊണ്ട് വന്നത് ഒരു അക്രൈസ്തവനായ ഡ്രൈവർ. അദ്ദേഹം അവിടെ കൊണ്ടിട്ടിട്ട് ആ പാസ്റ്റർ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഡ്രൈവർ എനിക്കവിടെ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല, ഒന്നും പിടികിട്ടിയില്ല. പക്ഷെ വന്നപ്പോൾ തൊട്ട് ഞാൻ ഒരാളെ നോക്കി നിൽക്കുക. അവിടെ ചായ അടിക്കുന്നൊരു അച്ചായനുണ്ടായിരുന്നു. എന്നോ ചിരിയായ മുഖത്ത്, ഒറ്റ ഭാഗം പോലും മനസ്സ് മാറിയില്ല, മുഖപ്രസന്നത പോയില്ല. അതിനകത്ത് ഏതാണ്ട് ഒരു ദൈവകൃപയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഈ ചിരി മനസ്സിലായി. ഈ അച്ചായൻ്റെ ചിരി കണ്ടിട്ട് മദ്രാസിൽ ഒരു കൺവെൻഷന് ചായ അടിക്കാൻ കൊണ്ടുപോയി. ഞങ്ങളുടെ അവിടെ വന്ന ഒരു അച്ചായൻ ദുബൈയിൽ നിന്ന് വന്നപ്പം പറഞ്ഞു, 2 ദിവസം തരാമോ? എന്തിനാ? കൺവെൻഷന് കൊണ്ടുപോകാൻ, ചായ അടിക്കാൻ. അങ്ങനെ കർത്താവ് വരാൻ താമസിച്ചാൽ അച്ചായൻ ദുബൈ ചായ അടിക്കും.
അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് എടുത്തോളാൻ. ഒരു കാര്യം പ്രസന്നതയോടെ ചെയ്താൽ കർത്താവ് അങ്ങ് മാനിക്കുക. എന്ത് ശുശ്രൂഷയെങ്കിൽ എങ്ങനെ ചെയ്യണം? ശുശ്രൂഷ. ദാനം ചെയ്താൽ എങ്ങനെ ചെയ്യണം? ഏകാഗ്രതയോടെ. കരുണ ചെയ്താൽ എന്ത് ചെയ്യണം? പ്രസന്നതയോടെ ചെയ്യണം. അപ്പം പിന്നെ ഭരിക്കുന്നവൻ എന്ത് ചെയ്യണം? ഉത്സാഹത്തോടെ ചെയ്യണം, അല്ലേ? ലീഡർഷിപ്പിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഉത്സാഹമായിരിക്കണം. നല്ല അങ്ങനെയല്ലേ പറയുക? ഏകാഗ്രതയോടെ. ഭരിക്കുന്നവർ എന്ത് ചെയ്യണം? ഉത്സാഹത്തോടെ ചെയ്യണം. നല്ല പ്രസന്നതയോടെ, നല്ല 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 ഉത്സാഹത്തോടെ, ആത്മാവിൽ എരിവുള്ളവരായി, മട്ടിപ്പില്ലാതെ ഉത്സാഹത്തോടെ ചെയ്താൽ തമ്പുരാൻ നമ്മളെ മാനിക്കും. അപ്പോൾ എന്തിനെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്? ആത്മീക വരങ്ങളെക്കുറിച്ച്. എല്ലാവരും പറഞ്ഞേ, ആത്മീക വരങ്ങളെ. ഭാഷകളുടെ വ്യാഖ്യാനം. എന്നിട്ട് പരിശുദ്ധാത്മ സ്നാനം കൊടുത്തപ്പോൾ നമുക്കറിയാം, ഇവിടെ എല്ലാം പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ വ്യക്തമായൊരു തെളിവായിരുന്നു. എന്ത്? അന്യഭാഷ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പം കാണുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടെ. അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പക്ഷെ ആരും എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. എങ്കിലും അവർ തനിക്ക് തന്നെ എന്ത് വരുത്തുന്നു? ആത്മീക വർധന വരുത്തുക. കർത്താവിന് സ്തോത്രം ചെയ്തേ. ആത്മീക വർധന. അപ്പം ഭാഷകളുടെ വരം, ആ വരം സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അവിടെ ആത്മസ്നാനം പ്രാപിച്ചവർക്കെല്ലാം എന്തിൽ സംസാരിച്ചു? അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആത്മീക വർധനവ് കിട്ടുന്നു. ആരോട് സംസാരിക്കാം? ദൈവത്തോട്. പക്ഷെ ആരും എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്, എന്നെ കൺഫ്യൂഷനാക്കിയൊരു ഡൗട്ടായിരുന്നു. എനിക്ക് വല്ലാത്ത പേടികളൊക്കെ തോന്നിയ കാര്യം, കൊച്ചിലെ അഭിഷേകം പ്രാപിച്ചെങ്കിൽ ഇതെന്താണെന്നൊരു ഡൗട്ട്. 2 പേടി ഉണ്ടായിരുന്നു. പോകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി പേടിയുമായിരുന്നു. പിന്നെ 2ാമത്തെ പേടി, ഇത് ഒന്നും മനസ്സിലാകുന്നില്ല, കർത്താവ് ഞാൻ എന്താ ഈ പറയുന്നത്? അങ്ങനെ കുറേ നാൾ ഡൗട്ട് അടിച്ച്, എന്നാലും നമ്മൾ വിശ്വാസത്തോടെ എൻ്റെ ഭാഷയെല്ലാം പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ നടന്ന് ഒരു ദിവസം എനിക്കൊരു ഉത്തരം കിട്ടി. എൻ്റെ ഉത്തരം കിട്ടിയത് ഒരു ടിപ്പിക്കൽ ഇൻസിഡൻറ്റില്ല. കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞ് ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് തിരുവനന്തപുരത്ത് വരും. എൻ്റെ ഒരു കൊച്ചു മോൻ, തീരെ കുഞ്ഞാ, അവൻ ഈ ഒരു ഒമിനി വാന, അതിനകത്ത് കിടന്ന് ഇവൻ അങ്ങ് ഇറിറ്റേറ്റഡായി. അവൻ പറയുന്നത്, എനിക്ക് 2-3 വേണം, 2-3 വേണം, 2-3 വേണം, 2-3 വേണം, എനിക്കിപ്പം 2-3 വേണം, എനിക്കിപ്പം 2-3. ബാക്കി എന്താ പാടാ അതുപാട് അറിയത്തില്ല. 2-3 കൊച്ചു കുഞ്ഞാ, 2-3 ഒരു പിടിയില്ല. കൊട്ടാരക്കര അടുക്കാറായപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ നിർത്തി, അതുവരെ കരഞ്ഞു. 2-3. കൊട്ടാരക്കര അടുത്തപ്പോൾ ഒരു കടയുടെ അവിടെ നിർത്തിയപ്പോൾ ആ കടയിൽ ഒരു പന്ത് തൂങ്ങിക്കിടക്കുന്നു, ഒരു ഫുട്ബോൾ. ഇവനകത്ത് നോക്കിയിട്ട് പറഞ്ഞു, 2-3 പോട്ടെ, ശല്യം നിൽക്കട്ടെ. മേടിച്ച് കൊടുത്തപ്പം കരച്ചിൽ ചെയ്യുന്നു. ഞാൻ വീട്ടിൽ വന്ന് അപ്പയോട് പറഞ്ഞു, അപ്പാ തിരുവനന്തപുരം മുതൽ കരഞ്ഞു, 2-3. മനുഷ്യൻ്റെ തല്ലിപ്പറിച്ചു. 2-3 പന്ത് മേടിച്ച് കൊടുത്തു. അപ്പ ചോദിച്ചാൽ, അതാണ് നിനക്കറിയത്തില്ല? ഇല്ല. അപ്പച്ചന് ഈ പിള്ളേരെ വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണല്ലോ, സ്വാഭാവികം. അപ്പച്ചൻ പന്ത് കൊണ്ട് വെച്ചിട്ട് മോനെ വിളിക്കും, വാടാ, റെഡി, 1 2 3 അടി. അപ്പോൾ ഇവന് പന്തറിയത്തില്ല, എന്തോ അറിയാം, 2-3 അറിയാം. അപ്പൻ ഇതറിയത്തില്ല. ആർക്കറിയാം? അപ്പച്ചനറിയാം. അപ്പം എന്നോട് ദൈവം പറഞ്ഞ്, ഇതുപോലെ അന്യഭാഷ ആർക്കും അറിയത്തില്ലെങ്കിലും ആർക്കറിയാം? അപ്പച്ചനറിയാം ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്. ഇത് അപ്പച്ചനും മക്കളും തമ്മിൽ മാത്രമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോട്. അവർ ആത്മാവിൽ എന്ത് ചെയ്യുന്നു? മർമ്മങ്ങളെ സംസാരിക്കുന്നു. അതാരും എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച്, നിങ്ങളെല്ലാവരും ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആത്മീക വരങ്ങൾ, പ്രവചനവരം, ഹല്ലേലൂയ, പ്രവാചക അഭിഷേകത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുമ്പോൾ അതിലൂടെ പ്രബോധനവും ആശ്വാസവും ആത്മീക വർധനവും ഉണ്ടാകുകയാണ്. വീണ്ടും കാണുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോട്. അവർ ആത്മാവിൽ എന്ത് ചെയ്യുന്നു? മർമ്മങ്ങൾ. ലോകത്ത് ഒത്തിരി പേര് പ്രിയരെ ഈ അന്യഭാഷയിൽ സംസാരിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആൻറ്റിക്ക് ഒരു ഓപ്പറേഷൻ, എറണാകുളത്തെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റൽ, കുറേ നാൾക്ക് മുമ്പാണ്, വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഓപ്പറേഷൻ. അത് ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ നിന്നൊരു ഡോക്ടർ വന്നു. അദ്ദേഹം ഒരു വലിയ ഉന്നതനായ മനുഷ്യൻ. അദ്ദേഹം അതിനുവേണ്ടി ഫ്ലൈറ്റിൽ വന്നു, തലേദിവസം വന്നു, പിറ്റേ ദിവസം ഓപ്പറേഷൻ തിരിച്ചു പോകും. നീണ്ട മണിക്കൂറുകളുടെ ഓപ്പറേഷൻ. തലേദിവസം വന്ന ഈ ഡോക്ടർ ചേച്ചിയെ നോക്കാൻ വേണ്ടി കിടത്തി. അദ്ദേഹം ഈ സ്റ്റത്തൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഇടയ്ക്ക് രക്ഷിക്കപ്പെട്ട ഈ വലിയ ഡോക്ടർ പതുക്കെ പാടുമ്പോൾ, ഉണ്ണം വച്ച തമിഴ് തഹവല്ല മുൻപിൽ, ആ പാട്ട് പാടിയിട്ട് അന്യഭാഷ പാടി പതുക്കെ. പുള്ളി ഇങ്ങനെ നോക്കുന്ന സ്റ്റെത്ത് വെച്ചതിനിടയ്ക്ക് പാടിയാ. ചേച്ചി അഭിഷേകം പ്രാപിച്ചാണ്, ചേച്ചിയും പാടി, അന്യഭാഷ പാടി. ഡോക്ടർ പതുക്കെ ചോദിച്ചു, ആർ യു സേവ്ഡ്? യെസ്. സ്പിരിറ്റ് ഫീൽഡ്? യെസ്. ഓപ്പറേഷൻ്റെ ഫീസ് വേണ്ട, ഫ്രീ. ഓപ്പറേഷൻ്റെ ഫീസ് ഇല്ലാതെ ഓപ്പറേഷൻ 2 ലക്ഷം രൂപയാണ് ഡോക്ടർ ചാർജ്, വേണ്ടാന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഫീസ് വേണ്ട,
ആ ഓപ്പറേഷൻ സക്സസ് ആയി കുറച്ചാൾ ജീവിച്ചു, പിന്നെ മരിച്ചുപോയി. എന്നാലും എത്രയോ ഡോക്ടേഴ്സ് അന്യഭാഷകളിൽ സംസാരിക്കുന്നു, എത്രയോ ഉന്നത രാഷ്ട്രീയക്കാർ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. എൻ്റെ പൊന്നു പ്രിയരെ, നമ്മൾ ഒരു പെന്തക്കോസ്ത് സമൂഹം ഏറെക്കുറെ അടിയേറ്റതും കളിയാക്കപ്പെട്ടതും എല്ലാം എന്തിൻ്റെ പേരില്ല? അന്യഭാഷയുടെ പേരിൽ കളിയാക്കപ്പെട്ടിട്ടുള്ളവരൊന്ന് കര ഉയർത്തിക്ക്. സത്യമല്ലേ? ഏറെ കളിയാക്കപ്പെട്ടു. ഞങ്ങളുടെ രാത്രിയിലൊക്കെ വീണ്ടും മുറ്റത്തൊക്കെ രാത്രിയിലൊക്കെ നിന്ന് അന്യഭാഷ മുറ്റത്ത് നിന്ന് കളിയാക്കിയിട്ട് ഓടിക്കൂടെ കുടിയന്മാരൊക്കെ അവിടെ വരുമ്പോൾ 2 അന്യഭാഷ, എന്തൊരു ബഹളമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളെങ്ങനെ കളിയാക്കാൻ ഒക്കത്തില്ല. കരിസ്മാറ്റിക്കാരെല്ലാം എന്തോ പറയുന്നുണ്ട്? അന്യഭാഷ. എൻ്റെ കൂടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞിട്ടുള്ള അച്ഛന്മാരുണ്ട്, കരിസ്മാറ്റിക് അച്ഛന്മാർ. ഞാനൊരു കത്തോലിക്ക സെമിനാരിൽ പഠിച്ചു. എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ, കേരളത്തിലെ ഒരു പ്രശസ്തനായ ഒരു കരിസ്മാറ്റിക് ലീഡർ അച്ഛൻ എന്നോടൊപ്പം ഇരുന്ന് അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്യഭാഷയിൽ നമ്മുടെ ഈ മർത്തോമക്കാരുടെയും ഓർത്തഡോക്സുകാരുടെയും അവരെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കാം. എല്ലാ ബഹുമാനത്തും പറയട്ടെ, അവിടെ ശക്തി കൂട്ടായ്മകളിലെല്ലാം എന്തുണ്ട്? അന്യഭാഷയുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവെ, അവരും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പം കർത്താവിൻ്റെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ തിങ്കൾ മുതൽ ശരി വരെ അന്യഭാഷ പറയും, പക്ഷെ ഞായറാഴ്ച പറയുമോ? പള്ളിയിൽ പോകുമ്പോൾ അവരെ ചൊല്ലിയിട്ട് പോരും. നമ്മളോ തിങ്കൾ മുതൽ ശനി വരെ മിണ്ടത്തില്ല എന്ന് പറയും. തിങ്കൾ മുതൽ ശനി വരെ പറയത്തില്ല എന്ന് മാത്രം പറയും. ഞായറാഴ്ച അവർ 6 ദിവസം വേല ചെയ്യും, 1 ദിവസം റെസ്റ്റ് എടുക്കുക. നമ്മൾ 6 ദിവസം റെസ്റ്റ് എടുക്കും, 1 ദിവസം പറയും. ഇതാണോ? അല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോട്. അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അവർ തനിക്ക് തന്നെ എന്ത് വരുത്തുന്നു? ആത്മീക വർധന വരുത്തുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന സംഭവങ്ങളുണ്ട്. ഡള്ളായിപ്പോയ ബിസിനസ് സ്ഥാപനങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരും വരുന്നതിന് മുമ്പ് നേരത്തെ തുറന്നിട്ട് ഷട്ടർ താത്തിട്ട് അതിനകത്ത് കുറച്ച് അന്യഭാഷ ആരാധിക്ക്. വൈകുന്നേരം പോകുന്നതിന് മുമ്പ് അന്യഭാഷ ആരാധിക്ക്. അത്ഭുത മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. പഠിക്കാൻ മോശമായ മക്കളോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആത്മശാനം പ്രാപിച്ചിട്ട് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം അന്യഭാഷ പ്രാർത്ഥിച്ചിട്ട് പഠിച്ച് അത്ഭുതകരമായി പാടുള്ള വിഷയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായ ആത്മീയ വർധന ഉണ്ടാകും. ആത്മീയ വർധന ഉണ്ടായ എന്താ ഗുണം? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമാകും. ആത്മാവ് ശുഭമായി എന്ത് സംഭവിക്കും? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമാകുന്ന പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിട്ടിരിക്കുക. എത്ര പേർ കർത്താവിനെ സ്തുതി? അധികമായി ഒന്ന് കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പ്രാപിക്കുമ്പോൾ കാണുന്നു, ഞാൻ ആരെക്കാൾ അധികം എന്ത് സംസാരിക്കുന്നു? അന്യഭാഷകൾ സംസാരിക്കുന്നു. മൊത്തത്തിൽ നോക്കിയാൽ ആരെക്കാൾ അധികം അന്യഭാഷ എങ്കിലും സഭയിൽ വരുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ചിലപ്പോൾ ഒരു സംശയം തോന്നും, നിഗളറ്റ് ചെയ്യുകയാണോ, നള്ളിഫൈ ചെയ്യുകയാണോ? അല്ല, കൃത്യം പറയുന്നുണ്ട്, ഞാൻ ആരെക്കാൾ അധികം എന്തിൽ സംസാരിക്കുന്നു? അന്യഭാഷ. എങ്കിലും സഭയിൽ വരുമ്പോൾ, അർത്ഥം സഭയിൽ വരുമ്പോൾ മാത്രമല്ല, എൻ്റെ ഒറ്റയ്ക്കിരിക്കുന്ന ജീവിതം അന്യഭാഷകളിൽ സംസാരിക്കുവാൻ, വ്യക്തിപരമായ ജീവിതം അന്യഭാഷകളിൽ സംസാരിക്കുവാൻ അത് ആഗ്രഹിക്കുന്നവരെല്ലാം സ്തുതിച്ച് ആരാധിച്ചാട്ട് അല്പസമയം അതരങ്ങൾ തുറന്ന് സ്തുതിച്ച്, ഒരാൾ പോലും വെറുതെ ഇരിക്കാതെ അതരങ്ങൾ തുറന്ന് അല്പസമയം സ്തുതിച്ച് അന്യഭാഷകളിൽ ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അന്യഭാഷകളിൽ സംസാരിക്കുക, അധികമായി സംസാരിക്കുക. അധന റിബന ഹദന റിഗന റബന ഹഷം ധന ഹദന റിഗന. അന്യഭാഷകളിൽ സ്തുതിക്കുക, അന്യഭാഷകളിൽ സ്തുതിക്കുക. 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 മണിക്കൂറല്ല. വാഹനം ഓടിക്കുമ്പോൾ അന്യഭാഷകളിൽ സ്തുതിക്കുക. നടക്കാൻ പോകുമ്പോൾ അന്യഭാഷകളിൽ സ്തുതിക്കുക. ഈവനിങ് മോർണിംഗ് വാക്കിന് പോകുമ്പോൾ അന്യഭാഷകളിൽ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജോലികൾ ചെയ്യുമ്പോൾ അന്യഭാഷകളിൽ സ്തുതിക്കുക. അധികമായി അന്യഭാഷകൾ ആത്മീയ വരങ്ങളിലേക്ക് അത് നയിക്കും. അത് വിശ്വാസമാകും, പ്രവചനമാകും, രോഗശാന്തിയാകും, വീര്യപ്രവൃത്തിയാകും. ആത്മീക വരങ്ങളെക്കുറിച്ച് നീ അറിവില്ലാതിരിക്കരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് ദൈവത്തോട് സ്തുതിക്കുക, അന്യഭാഷകളിൽ സ്തുതിക്കുക, ആരെക്കാൾ അധികം സ്തുതിക്കുക. അങ്ങനെ സ്തുതിക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് ആത്മീക വർധനവ് നൽകും. നാം ഉയരാൻ തുടങ്ങും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്നലെ രാത്രി കുഞ്ഞുങ്ങൾ പാടിയതുപോലെ അവർ ഉയരും. ആത്മാവിലുയരും, 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 ആത്മാവിലുയരും. അടുത്ത ഒരു ജനറേഷൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പകർച്ച ഉണ്ടാകട്ടെ. കൃപാവരങ്ങൾ വർദ്ധിക്കട്ടെ. ശുശ്രൂഷകൾക്കായി ഇറങ്ങട്ടെ. ഒരു മഹാസൈന്യം എഴുന്നേൽക്കട്ടെ, ഒരു മഹാസൈന്യം എഴുന്നേൽക്കട്ടെ, ഒരു മഹാസൈന്യം എഴുന്നേൽക്കട്ടെ. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നൊരു നദി ഒഴുകിയതുപോലെ ഒഴുകട്ടെ. ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്.
ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് അറിവില്ലാതിരിക്കരുത്. ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഏറ്റവും ഒടുവിൽ പരമപ്രധാനമായി പറയട്ടെ, ആത്മിക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങട്ടെ. എങ്ങനെ സർവീസ് ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷയിൽ ദാനം ചെയ്യുന്നത് ഒരു വരമാണ്. എങ്ങനെ ദാനം ചെയ്യണം? ഏകാഗ്രതയോടെ ദാനം ചെയ്യണം. ഏകാഗ്രതയോടെ ദാനം ചെയ്യണം. എങ്ങനെ ദാനം കൊടുക്കണം? ഏകാഗ്രതയോടെ കൊടുക്കണം. എങ്ങനെ കരുണ കാണിക്കണം? പ്രസന്നതയോടെ മുഖഭാവത്തോടെ. വലിഞ്ഞു മുറിയ മുഖമല്ല, എല്ലാ മുഖങ്ങളിലും ഒരു ദൈവ തേജസ്. എല്ലാ മുഖങ്ങളിലെ ഒരു ദൈവ തേജസ് മാറട്ടെ. ആ തേജസ് കണ്ടിട്ട് ആൾക്കാർ ചോദിക്കട്ടെ എന്ത് പറ്റിയെന്ന്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വ്യക്തികളിലേക്ക് അവരുടെ മുഖത്തെ മാറ്റുന്ന ഒരു ദൈവ തേജസ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. യേശുവേ, എല്ലാ മുഖത്തെ നിരാശ മാറട്ടെ. എല്ലാ മുഖത്തെ നിരാശ മാറട്ടെ. എല്ലാ മുഖത്തും ഒരു തേജസ് വ്യാപരിക്കട്ടെ. പ്രസന്നത വ്യാപരിക്കട്ടെ. ദൈവമേ, ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യാനുള്ള പ്രസന്നത, മുഖം സന്തോഷം കൊണ്ട് നിറയട്ടെ. രഗനം ദിഗനം രഗജം രഗനം 100% ആത്മസ്നാനം. 100% ആത്മസ്നാനം. ഒരു കുഞ്ഞു പോലും ഇല്ലാതെ ആത്മസ്നാനം. കൊച്ചു കുട്ടികൾ പോലും കൃപാവരങ്ങളാൽ അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. ആൾക്കാർ അതിൻ്റെ മുഖമുദ്രയായി മാറട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാദേശിക സഭകൾക്ക്, ശുശ്രൂഷകർക്ക് യേശുവേ ആ ആഗ്രഹമുണ്ടാകട്ടെ. 100% ആത്മസ്നാനം. അതിനുവേണ്ടി ഇത് കേൾക്കുന്ന, എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കുന്നവർ അവിടെ സഭകളിൽ കാത്തിരിപ്പ് യോഗങ്ങൾ വെക്കട്ടെ. അവിടെ സഭകളിൽ ഉപവാസ പ്രാർത്ഥനകൾ വെക്കട്ടെ. അവർ പിള്ളേർ എല്ലാവരെയും പിടിച്ചിരുത്തട്ടെ. മുഴുവൻ സഹോദരന്മാരും ആത്മസ്നാനം പ്രാപിക്കട്ടെ. മുഴുവൻ സഹോദരന്മാരും ആത്മസ്നാനം പ്രാപിക്കട്ടെ. മുഴുവൻ ആൺകുട്ടികൾ ആത്മസ്നാനം പ്രാപിക്കട്ടെ. മുഴുവൻ പെൺകുട്ടികൾ ആത്മസ്നാനം പ്രാപിക്കട്ടെ. ആത്മസ്നാനം പ്രാപിക്കാത്ത ഒരു കുട്ടി പോലും ഇല്ലാതിരിക്കട്ടെ. അതനം ധികനം രഗജം ദഗനം ധാരം ധേര. ആത്മിക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. എല്ലാവരും സ്തുതിച്ചാട്ട്. പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചവരെല്ലാം അന്യഭാഷകളിൽ സ്തുതിച്ചാട്ട്. ഒരാൾ പോലും അതരം, നിൻ്റെ വായ നീ വിസ്താരത്തിൽ തുറക്കണം. ഇതുവരെ അന്യഭാഷകളിൽ സ്തുതിക്കാത്തവർ, കഴിയാത്തവർക്ക് അവിടെ അധരങ്ങളെ തുറന്ന് സ്തുതിക്കുക. മറ്റൊരാത്മാവിയുടെ വർക്ക് ചെയ്യത്തില്ല. ദൈവം നിങ്ങളുടെ വായിൽ ഒരു വാക്ക് തന്നാൽ സംശയിക്കരുത്. ഒരു വാക്കാണെങ്കിൽ പോലും സംശയിക്കരുത്. ഒരു വാക്കാണെങ്കിൽ പോലും സംശയം. എന്താണ് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ? ആർത്തി, ആഗ്രഹം. ആർത്തി ഉള്ളവർക്ക് തൃപ്തി വരുത്തും. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും. അഗാധമായൊരു ആർത്തി ആവേശമുണ്ടോ? എനിക്കിതിൽ വളരണം, ദൈവം തരും. ആർത്തി ഉള്ളവരെ നിറയ്ക്കും. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും. ആർത്തി ഉള്ളവർക്ക് തൃപ്തി വരുത്തും. വിശപ്പുള്ളവരെ നന്മ കൊണ്ട് നിറയ്ക്കും. യേശുവേ, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെടട്ടെ. രോഗശാന്തി, വീര്യപ്രവൃത്തി, ഭൂതങ്ങൾ പുറത്താക്കപ്പെടുന്ന ദൈവപ്രവൃത്തികൾ, ദുരാത്മ വ്യാപാരങ്ങൾ വിട്ടുപോകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ കൃപാവര പ്രദർശനങ്ങൾ അത് എക്സസൈസ് ചെയ്യപ്പെടട്ടെ. കർത്താവേ, അതിൻ്റെ ഒരു വർധനമുണ്ടാകട്ടെ. ആത്മസ്നാനം അന്യഭാഷയിൽ പ്രാപിച്ചവർ പുതിയ ഭാഷകൾ, ഇതുവരെ സംസാരിക്കാത്ത പുതിയ ഭാഷകളിലേക്ക് യേശുവിൻ നാമത്തിൽ മാറട്ടെ. അതിൻ്റെ വ്യാഖ്യാനം, പ്രവചനങ്ങൾ, കൃത്യമായ പ്രവചനങ്ങൾ, ലഘുവായ കാര്യങ്ങൾ എന്ന് വലിയ കാര്യങ്ങളിലേക്കുള്ള പ്രവചനങ്ങൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം, ഭക്ഷണം. സ്തുതിക്കുക,
പരിശുദ്ധാത്മാവിനെ സ്തുതിക്കാവുന്നവരെല്ലാം പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുക. അല്ലാത്തവരെല്ലാം അധരങ്ങൾ തുറന്ന് അറിയുന്ന ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക. അറിയുന്ന ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ അധരങ്ങളിൽ ദൈവം പുതിയ ഭാഷ തരും. പുതിയ ഭാഷ തരുമ്പോൾ സംശയിക്കരുത്. സംശയിക്കാതെ പറയണം. ഒറ്റ ആൾ പോലും സംശയിക്കരുത്. സംശയിക്കാതെ പറയുക. നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ സുരക്ഷിതമായി വെച്ച് കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് സ്തുതിക്കുക. ഒറ്റ വ്യക്തി പോലും ഒരു വാക്കെങ്കിലും ആത്മസ്ഥാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കാതെ പോകരുത്. അങ്ങനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അധരങ്ങളെ വിട്ടുകൊടുക്കുക. ആഗ്രഹത്തോടെ വിട്ടുകൊടുക്കുക. അത് പുതിയ ഭാഷയാകട്ടെ, അത് ദർശനങ്ങളാകട്ടെ, അത് കൃപാവരങ്ങളായി ജ്വലിപ്പിക്കപ്പെടട്ടെ. കൊടുക്കാനുള്ള വരവുണ്ടാകട്ടെ. ദാനം ചെയ്യാൻ അതിൻ്റെ ശൂന്യതകൾ മാറട്ടെ. ദാനം ചെയ്യുവാനുള്ള വരം, ഏകാഗ്രതയോടെ ചെയ്യുവാൻ